എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. വർഗീയത ഇല്ലാത്തൊരു രാജ്യം. വർഗീയത ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് BJP തന്നെയാണ്. കോൺഗ്രസ് ആയിട്ട് നിന്നാൽ അതിനൊരു സന്തോഷം ഉണ്ടായിരുന്നു, അഭിമാനം ഉണ്ടായിരുന്നു. ഇത് സകല കച്ചറകളെയും കൂട്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ കൂട്ടുകൂടി അവിയിലായി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? അതിൻ്റെ അപ്പുറത്ത് വർഗീയമായ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ വയനാടിൻ്റെ കേസെടുക്കുക. വയനാട്ടിൽ കെ സുരേന്ദ്രൻ മത്സരത്തിനായി ചെല്ലുന്നു. അവിടെ അദ്ദേഹം ചെന്നത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസ്താവന സുൽത്താൻ ബത്തേരിയുടെ പേര് ഞാൻ മാറ്റി ഗണപതി വട്ടം. ഇവരൊന്ന് ഏകീകരിക്കാനുള്ള ഒരു അവസരം ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുക. എങ്ങനെ? ഈ BJP വന്നതുകൊണ്ട് അവർ വർഗീയത പറഞ്ഞ് ശരിക്കും പറഞ്ഞ ജനങ്ങളുടെ ഉള്ളിൽ ഒരു ഏകോപനം ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഏത് ജനങ്ങളുടെ ഉള്ളിൽ? ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ലോക രാജ്യങ്ങളിൽ വച്ച് എക്കോണമിയിൽ നമ്പർ 1 ആവാൻ പോവാണ്. ആ ബ്രഹ്മാസ്ത്രം എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അതിൻ്റെ ബേസ് മാത്രം ഇപ്പോൾ നടന്നിട്ടുണ്ട് ഗൂഗിൾ പേ. നമ്മളിതൊരു ചെറുതാണെന്ന് വിചാരിക്കണ്ട. ഗൂഗിൾ പേ എന്ന് പറഞ്ഞൊരു വലിയ സംഭവമാണ്, ചെറുതല്ല. UPI സിസ്റ്റം മാത്രമല്ല, അതിനെ ബേസ് ചെയ്ത് ഇനി അനേകം ഘടകങ്ങൾ വരാനിരിക്കുന്നുണ്ട്. അത് വരണമെന്നുണ്ടെങ്കിൽ BJP സർക്കാർ ജയിച്ചാൽ മാത്രമേ സാധ്യമാവുള്ളൂ. അന്ന് വൈകുന്നേരത്തെ മെഡിറ്റേഷനിൽ അതിലിരുന്ന് ഒരു പയ്യൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന 2 പേർക്ക് യേശു ക്രിസ്തുവിനെ കാണാൻ ഭാഗ്യമുണ്ടെന്ന്. ആ പയ്യനറിയില്ല അവർ ക്രിസ്ത്യാനിയാണെന്നുള്ളത്. പിറ്റേ ദിവസം അതിനകത്ത് ഒരാൾ ക്രിസ്തുദേവനെ കണ്ടു. തസ്മൈ ഗുരുജി എഴുതിയ ഒരു സ്ക്രിപ്റ്റേ ഉള്ളൂ, അത് അമീർ ഖാൻ്റെ അടുത്തിരിക്കുക. അബാക് മീഡിയയുടെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലാത്ത ഒരാളാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത് തസ്മൈ ഗുരുജി. ഗുരുജി നമസ്തേ. നമസ്തേ. ഗുരുജിയും ഞാനുമായിട്ടുള്ള ഇൻ്റർവ്യൂ അബാക് മീഡിയയുടെ പ്രേക്ഷകർക്ക് എന്നെ തെറിവിളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി മാറാറുണ്ട്. തുടക്കത്തിൽ ഗുരുജിയെ തെറിവിളിച്ച് തുടങ്ങുകയും പിന്നീട് പതുക്കെ ഏറ്റവും കൂടുതൽ തെറിവിളി കേൾക്കുന്ന ആളായി ഞാൻ മാറുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇന്ന് അഹങ്കാരമേതുമില്ലാതെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ആയിക്കോട്ടെ. എൻ്റെ ശരീരഭാഷ പോരാ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോരാ എന്നൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഗുരുജി പറയുന്ന മൊത്തം കേട്ടിരുന്നാലോ എന്ന് ആലോചിക്കുക. അത് വേണ്ട, ചോദ്യങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ. ബാംഗ്ലൂർ, കർണാടകയിലൊക്കെ എന്തുണ്ട് വിശേഷം? കർണാടകയിൽ ഇലക്ഷൻ വളരെ ശാന്തമായിട്ട് പോവാണ്. ചൂടെന്നൊന്നും പറയാനില്ല. അന്തരീക്ഷം എല്ലായിടത്തും പോലെ തന്നെ നല്ല ചൂടാണ് അവിടെ. കർണാടകയിൽ ഭരണം പിടിച്ച കോൺഗ്രസ് ലോക്സഭാ ഇലക്ഷനിലും ശക്തി തെളിയിക്കുമോ? ലോക്സഭാ ഇലക്ഷനിൽ എല്ലായിടത്തും തന്നെ BJPക്ക് സാധ്യത കുറച്ച് കൂടുതലാണ് തോന്നുന്നത്. കാരണം സ്റ്റേറ്റിലെ പോലെ അല്ലല്ലോ ആളുകൾ കാണുന്നത്. രാജ്യത്തിന് വേണ്ടിയിട്ട് വിടുമ്പോൾ എന്നാൽ പിന്നെ BJP ആയിക്കോട്ടെ, അവർക്കല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇല്ലെന്നല്ല പറയണത്, ഒരു പൊതുവെ അങ്ങനെ ഒരു അനക്കമാണ് കാണുന്നത്. ഞാൻ പിന്നെ കൂടുതൽ ന്യൂസൊന്നും കാണാറില്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ കൂടുതൽ ഞാൻ ശ്രദ്ധിക്കണില്ല, അത്രേ ഉള്ളൂ. രാജ്യത്തെ അവർക്കല്ലേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ചോദിച്ചെടുത്ത് ഞാൻ ചോദിക്കുക. ബ്രിട്ടീഷുകാർ കരിമ്പിൻ ചണ്ടി പോലെ ചവച്ചു തുപ്പിപ്പോയൊരു രാജ്യത്തെ ഇന്ന് കാണുന്ന ഈ ലെവലിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി ഇപ്പുറത്ത് ശക്തമായുണ്ട്. ഇപ്പം BJP ഭരണം, വാജ്പേയിയുടെ ഭരണം കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ 10 വർഷം നരേന്ദ്രമോദി ഭരണമാണ്. മോദി ഭരണത്തിൽ കാലത്തിനൊത്ത് മാറി വന്ന ഒരു നാട്. ആ നാട്ടിൽ എന്തൊക്കെയോ അദ്ദേഹം കാട്ടിക്കൂട്ടി. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ PR വർക്കുകൾ, അങ്ങനെയല്ലേ അതിനെ വിലയിരുത്തുന്നത്? അങ്ങനെ നമ്മൾ പറഞ്ഞ ഏകപക്ഷീയമായി പോവും. കാരണം ഇന്ത്യ മുന്നണി കോൺഗ്രസ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ ഞാനും അതിനെ സപ്പോർട്ട് ചെയ്തേനെ. ഈ അവിയിൽ കച്ചവടം നമുക്ക് താല്പര്യമില്ല. കാരണം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ചെല്ലുമ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ കൂടണമെന്ന് പറഞ്ഞാൽ എനിക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കോൺഗ്രസ് ആയിട്ട് നിന്നാൽ അതിനൊരു സന്തോഷം ഉണ്ടായിരുന്നു, അഭിമാനം ഉണ്ടായിരുന്നു. ഇത് സകല കച്ചറകളെയും കൂട്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ കൂട്ടുകൂടി അവിയിലായി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? പണ്ട് BJP അങ്ങനെയായിരുന്നു സ്ഥാനം ഏറ്റെടുക്കാൻ വന്നത്. ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഗവൺമെൻറ് ആയിരുന്നു. അങ്ങനെ ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടും ഓപ്പോസിഷനിൽ പോലും ഇരുന്നാൽ പവർ ഉണ്ടാവില്ല. അതിൽ നല്ലത് ഏറ്റവും കൂടുതൽ BJPക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുറേ കാര്യങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കാൻ പറ്റും. അത് ശക്തമായ ഒരു പ്രതിപക്ഷം ഇപ്പുറത്ത് വേണ്ടേ? പ്രതിപക്ഷം ഉണ്ടാവണമെങ്കിൽ ഈ നയം പോരാ. പ്രതിപക്ഷത്തിൻ്റെ ഈ ഫ്രീ കൊടുക്കുന്ന സിസ്റ്റം നിർത്തണം. രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ചിന്തയായിരിക്കണം. ഇപ്പോൾ രാജ്യത്തിൻ്റെ ഉന്നമനത്തിനുള്ള ഒരു ചിന്തയുമല്ല ഉള്ളത്. ആ വിഷയങ്ങളല്ല സംസാരിക്കുന്നത്. സംസാരം മുഴുവൻ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ അതൊന്നും രാജ്യത്തിന് പുരോഗമനം ലഭിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പം നമ്മൾ കേരളം മാത്രം എടുത്തു നോക്കും. വ്യക്തിപരമായിട്ട് ഞാനും നിങ്ങളും എല്ലാം സാമ്പത്തികമായിട്ട് ഉയരുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡുകൾ, വികസനം, ഇതെല്ലാം വളരെ സൂക്ഷിച്ച് നിൽക്കുക. ഈ വികസനം പോരാ, നമുക്ക് റോക്കറ്റ് വികസനം തന്നെ വേണം. വളരെ ഫാസ്റ്റായിട്ട് പോകേണ്ട സമയം കഴിഞ്ഞു. അവിടെ ഒരു പ്രതീക്ഷ ഇപ്പോൾ എന്താണെങ്കിലും BJP നൽകുന്നുണ്ട്. ഒരു സ്റ്റേബിൾ സർക്കാർ വരാനുള്ള സ്കോപ്പുണ്ട്. അവിടെ നമ്മൾ അവിടെ ഇവിടെയും ആർക്കെങ്കിലും ഇതിനും അതിനുമൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ സ്റ്റേബിൾ സർക്കാർ വരണമെന്ന് പറയുമ്പോഴും
അതിൻ്റെ അപ്പുറത്ത് വർഗീയമായ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ വയനാടിൻ്റെ കേസ് എടുക്കുക. വയനാട്ടിൽ കെ സുരേന്ദ്രൻ മത്സരത്തിനായി ചെല്ലുന്നു. അവിടെ അദ്ദേഹം ചെന്നത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസ്താവന സുൽത്താൻ ബത്തേരിയുടെ പേര് ഞാൻ മാറ്റി ഗണപതി വട്ടം എന്നാക്കുമെന്നായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് പറയും? ഇതിനൊന്നും നമുക്ക് ഉത്തരവില്ല. കാരണം ഇതല്ല രാഷ്ട്രീയം. രാഷ്ട്രത്തിന് ഉന്നമനം നൽകുന്ന ഒരു വീക്ഷണമായിരിക്കണം. അത് കേരളത്തിലെ ഏറ്റവും നല്ല സ്പീച്ച് ഞാൻ കണ്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാറിൻ്റെയാണ്. രണ്ടാമത്തെ അതേപോലെ തന്നെ നമുക്ക് പറയാം നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ, പിന്നെ ശോഭാ സുരേന്ദ്രൻ ഒക്കെ പറയുന്നത് ഓക്കെയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി കുറേ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് സംസാരിച്ച 2 വ്യക്തികളുടെ പേരാപ്പം ഞാനീ പറഞ്ഞത്. കൃഷ്ണകുമാർ സംസാരിച്ചതിൽ എന്താണ് നല്ല പ്രശ്നം? വളരെ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. പുള്ളിക്ക് ചെയ്യാനുണ്ട്. പുള്ളി പറയുന്നതിന് പൊട്ടൻഷ്യൽ ഉണ്ട്. പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും നല്ല സ്പീച്ച് എനിക്ക് തോന്നിയത് ആ കോളേജിൽ പറഞ്ഞിട്ട് ഒരു വളരെ ചെറിയ ചെറിയ ബിറ്റുകളാണ് ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും അത് ഞങ്ങൾ ഇന്ന് രാവിലെ NK പ്രേമചന്ദ്രനും മുകേഷും ഞാനും കൂടി പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ തമ്മിലില്ലാത്ത ശത്രുതയാണോ കുട്ടികളെ? എക്സാക്ട്ലി ഇതാണ് ഒരു രാഷ്ട്രീയക്കാരൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാണ്ട് തമ്മിത്തല്ലോട് മക്കളെ വഴക്കുണ്ടാക്കുന്ന പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്. അതാണ് ശരിയായ രാഷ്ട്രീയ വീക്ഷണം. അതാണ് അതിൻ്റെ അപ്പുറത്ത് ഈ കൃഷ്ണകുമാറിൻ്റെ മറ്റൊരു പ്രസ്താവന നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. എനിക്കറിയില്ല. ഞങ്ങളുടെയൊക്കെ തറവാടുകളിൽ ജോലിക്ക് വരുന്നവർക്ക് മുറ്റത്ത് കുഴി കുത്തി അതിൽ ഇലയിട്ട് അതിൽ കഞ്ഞി വിളമ്പി കൊടുക്കുമായിരുന്നു എന്ന് അഭിമാനത്തോടെ പറഞ്ഞൊരു കൃഷ്ണകുമാറുണ്ട് മാസങ്ങൾക്ക് മുമ്പ്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ കേട്ടിട്ടുമില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ അല്ല, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതിനെ അഭിമാനത്തോടെ കാണുന്ന ഒരു നായർ ബോധം ഉള്ളിൽ ഒളിപ്പിച്ച് നടത്തുന്ന ഒരു കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാറിന് തെളിയിച്ചിരുന്ന പ്രസ്താവന. അറിയില്ലാത്തത് ഞാൻ എങ്ങനെ പറയാൻ പറ്റും? അതിനെപ്പറ്റി എനിക്ക് കമന്റ് പറയാൻ പറ്റില്ല. നമ്മൾ മുന്നോട്ടും പിന്നോട്ടും മാറിക്കൊണ്ടിരുന്നാണല്ലോ. ഇപ്പൊ എൻ്റെ പഴയ കാലം എടുത്തു നോക്കിയിട്ട് പറയാണ് ഗുരുജി പണ്ട് ഷാപ്പിലിരിക്കുന്ന ഗുരുജി 27-ാം വയസ്സിൽ വരെ കള്ളു കുടിച്ച കഥയും മത്സ്യമാംസാദികൾ കഴിച്ച കഥയൊക്കെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ മാറി കഴിയുമ്പോൾ നമ്മൾ അതിനെ അംഗീകരിക്കണം. അല്ല, ഇത് ഈ പ്രസ്താവന പറഞ്ഞിട്ട് 2-3 മാസങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അറിയില്ലാത്ത ഞാൻ പറയണേ. ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് തെറ്റ് തന്നെയാണ്. BJP കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ എന്തെങ്കിലും സാധ്യത കാണുന്നു? വളരെ എന്തിന് BJP മാത്രം, എല്ലാ പാർട്ടിക്കും ക്ലച്ച് പിടിക്കാനുള്ള സ്കോപ്പ് കിടപ്പുണ്ട്. പക്ഷെ അവർ പോണതെല്ലാം റോങ് റൂട്ടിലായതുകൊണ്ടാണ് എല്ലാവരും ഇപ്പം ഇങ്ങനെ അകന്ന് ജനങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ആരും ഇല്ല. ശരിക്കും അടിത്തറയുള്ള 2 രാഷ്ട്രീയ കക്ഷികളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. അവിടെ ഇവർ 2 പേരെ ഇളക്കാൻ ആർക്കും സാധ്യമല്ല. അത് ഓൾ ഓവർ ഇന്ത്യ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവരുടെ അപ്രോച്ച് ശരിയല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. ഹിന്ദുക്കളുടെ ഒരു മെജോറിറ്റി വോട്ട് മുഴുവൻ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. ഇതെങ്ങനെ ഇന്ന് മാറി ഇങ്ങോട്ട് മാറിയത്? BJPയിലേക്ക് പോയ എങ്ങനെയാണ്? ഹിന്ദുക്കൾക്ക് സംരക്ഷണം ഇന്ന് കമ്മ്യൂണിസ്റ്റ് കൊടുക്കുകയെന്നിരിക്കട്ടെ, ഡെഫിനറ്റ്ലി ഈ ചിന്ത അങ്ങോട്ട് മാറും. ഹിന്ദുക്കൾക്ക് ആരും പ്രൊട്ടക്റ്റ് ചെയ്യാനില്ലാത്തൊരു സ്റ്റേജിലേക്ക് വന്നു. ഹൈന്ദവർക്ക് മാത്രമായ ഒരു പ്രൊട്ടക്ഷൻ, ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രമായ ഒരു പ്രൊട്ടക്ഷൻ, ക്രൈസ്തവർക്ക് മാത്രമായി, ഇന്ത്യക്കാർക്ക് ഭാരതീയം എന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് രാഷ്ട്രീയം പറയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, എങ്കിലും പറയാണ്. ഇവിടെ ഇത്രയും ക്ഷേത്രങ്ങളുടെ വരുമാനം, ഹൈന്ദവരുടെ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ടാക്സ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു വിഭാഗത്തിന് മാത്രം ഗുണം ചെയ്ത് മറ്റൊരു വിഭാഗത്തെ ചൂഷണം ചെയ്യുന്ന രീതി കൊള്ളില്ല. നമ്മൾ കൊടുക്കുന്നത് വരുമാനം ദേവസ്വം ബോർഡിലേക്കല്ലേ പോണത്, സർക്കാരിലേക്കല്ലല്ലോ പോകുന്നത്. അല്ലല്ലോ, അതൊക്കെ അങ്ങനെ നമ്മൾ വെറുതെ ഒരു കോർണർ അടച്ചു വെച്ച് സംസാരിക്കില്ല. എന്നാൽ പിന്നെ എല്ലാവരുടെയും പള്ളിയുടെ വരുമാനം പോകണം, മറ്റേ മുസ്ലിം പള്ളികളുടെ വരുമാനം എല്ലാം സർക്കാർ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ലാഭത്തിൽ, അല്ലെങ്കിൽ ലാഭം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വരുമാനം കൊണ്ട് അവിടുത്തെ നിത്യചെലവുകളും ശമ്പളവും കൊടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ക്ഷേത്രങ്ങളുടെ എണ്ണം വിരലിൽ ചെണ്ണാവുന്നതാണ്. ചെറിയ ക്ഷേത്രങ്ങൾ കൂടി അവർ നടത്തുന്നില്ലേ? ഇതിനെ മറ്റൊരു ബോഡി ആക്കിക്കൊണ്ട് അതിനെ വേറെ സെപ്പറേറ്റ് രീതിയിലേക്ക് ആക്കണം. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് വേറെ അല്ലല്ലോ, അത് മുഴുവൻ സർക്കാർ തന്നെയല്ലേ വീണ്ടും കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ ഭരണസമിതിയെ മാത്രമാണ് സർക്കാർ പോയില്ലേ? ഇപ്പം നമ്മുടെ അതൊരു പ്രിവിലേജ് ആയിട്ട് എടുക്കണ്ടേ? അങ്ങനെ പ്രിവിലേജ് ആയിട്ട് എടുക്കണേ എങ്ങനെയാണ്? നെഗറ്റീവിന് നെഗറ്റീവായിട്ട് തന്നെ നമ്മൾ ക്ഷേത്രങ്ങളുടെ ഭരണം കൈയാളുന്നത് സർക്കാരാണ്, സർക്കാരിന്റെ സംരക്ഷണയിലാണ് ക്ഷേത്രങ്ങളുള്ളത്. ഒരു പ്രിവിലേജ് അല്ലേ ഹൈന്ദവർക്ക്? അത് പ്രിവിലേജ് ആവണം എപ്പോഴാണെന്നറിയോ? അത് അവർക്ക് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും കാര്യം കൂടി ചെയ്യുമ്പോഴാണ്. ഒരിക്കലും ഇവിടെ ഒരു ഗുണം ചെയ്യണില്ല. നമ്മൾ ആ ടോപ്പിക്ക് സംസാരിക്കാതിരിക്കണതാണ് നല്ലത്. കാരണം അത് ജനങ്ങൾക്കൊക്കെ അറിയാം. ഇത് ബോധപൂർവം മനസ്സിലാക്കി സർക്കാർ കാലങ്ങളോളമായിട്ട് ചൂഷണം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഇത് ആ സമൂഹത്തിന് ഗുണം കിട്ടണം. നമ്മൾ നേർച്ചപ്പെട്ടിയിൽ പൈസ ഇടുന്നുണ്ടോ, അത് ഭഗവാന് കൊടുക്കുന്ന ദാനമാണ്, അല്ലെങ്കിൽ ഭഗവാന് നമ്മൾ കാണിക്കയായിട്ട് കൊടുക്കണമാണ്. ആ കാശ് വിനിയോഗിക്കുന്നത് ധർമ്മത്തിന് വേണ്ടിയിട്ടേ വിനിയോഗിക്കാവുള്ളൂ, അധർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഭഗവാന് കൊടുക്കുന്ന പൈസ നമ്മളുടെ ധർമ്മമാണ്. സത്യത്തിൽ ഭഗവാന് പണം കൊടുക്കേണ്ട ആവശ്യം, ഭഗവാന് ക്ഷേത്രം നിലനിൽക്കാൻ വേണ്ടി പൈസ വേണം.
ഭഗവാന് പൈസ വേണ്ട, ഭഗവാൻ നിന്ന് പൈസ എടുത്തിട്ടുണ്ടോ? ശബരിമലയിൽ വരുന്ന എത്രയോ കോടി രൂപയുണ്ട്. ആ കാശ് മുഴുവൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അവിടുത്തെ വഴി ഉണ്ടാക്കണം, അവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ ശബരിമലയിലേക്കൊന്നും പോകാൻ പോലും കൊള്ളില്ല. ഞാൻ എത്രയോ വർഷം, 7 വർഷം അടുപ്പിച്ച് ശബരിമലയ്ക്ക് പോയ ആളാണ്. ഇനിയൊന്നും എനിക്ക് ശബരിമലയ്ക്ക് പോകാനേ തോന്നണില്ല. കാരണം അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എന്നെ ആസ് എ ഹിന്ദു എന്നുള്ള രീതിയിൽ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാവുന്നൊരു കാര്യങ്ങളല്ല നടക്കുന്നത്. എനിക്കതിനോടൊരു താല്പര്യമില്ല. ഈവൻ ഇവിടെയാണെങ്കിൽ പോലും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമ്മുടെ ഗുരുവായൂരാണെങ്കിലും എല്ലായിടത്തും നടക്കുന്നത് തോന്നിവാസമാണ്. ഇതല്ല വേണ്ടത്. ഭക്തിയിൽ ആത്മീയത വരണം. ആത്മീയത വരേണ്ട കാലം കഴിഞ്ഞു. ഭക്തിക്കൊരു തലമുണ്ട്, അത് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുക. അതിനകത്ത് ആത്മാർത്ഥത ഇല്ലാതെ വരുമ്പോൾ ഭക്തി പിന്നെ ചൂഷണം ചെയ്തു പോവുകയാണ്. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരാളുണ്ട് ബാംഗ്ലൂർ. അയാൾക്ക് സ്വന്തമായിട്ട് 3 അമ്പലമുണ്ട്. അയാൾക്ക് കോഴിവെട്ടുണ്ട്, ആടുവെട്ടുണ്ട്, ഇത്തരം പൂജകൾ, അധർമ്മ കാര്യങ്ങൾ ഇതൊക്കെയുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ പുള്ളി വെള്ളം അടിച്ചിട്ടാണ് വീട്ടിൽ പോകുന്നത്. ഇയാൾക്ക് എന്ത് അമ്പലം, എന്ത് ക്ഷേത്രം, എന്ത് പൂജ? 3 അമ്പലം സ്വന്തമായിട്ടുള്ള ആളാണ് അയാൾ. ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വലിയ എന്താ പറയുക, രാഷ്ട്രീയ പ്രവർത്തകനാണ്. സ്വന്തമായി 3 അമ്പലം. ഇയാൾക്ക് എന്ത് വിശ്വാസമുള്ളത്? വിശ്വാസം ഉണ്ടായിട്ട് നടത്തുന്നതാ? അല്ല. ഇതൊരു കച്ചവടമാണ്. മറ്റേ ബാറ് നടത്തുന്നു, സിനിമാ തിയേറ്റർ നടത്തുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു കച്ചവടമായിട്ട് മാറിയേക്കുക. അതല്ല വേണ്ടത്. അവിടെ നിന്നെല്ലാം പോകേണ്ടത് ആന്തരികവും ഭൗതികവുമായിട്ടുള്ള പരിവർത്തനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷേത്രങ്ങളിൽ നിന്ന് പോകേണ്ടത്. അവിടെ കച്ചവടങ്ങളല്ല ഉണ്ടാവേണ്ടത്. അപ്പോൾ ക്ഷേത്രം സംരക്ഷിക്കേണ്ട ഒരു പ്രത്യേക രീതിയിലാണ്. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രം സർക്കാരിലേക്ക് കൊടുത്തു എന്നിരിക്കട്ടെ, എന്താ സംഭവിക്കാൻ പോണത്? അവിടെ ഇരിക്കുന്ന സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് പോയി ഉടനെ അതൊക്കെ അങ്ങനെ പുട്ടടിക്കാൻ തോന്നും. ഇതൊക്കെ അവിടെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതൊക്കെ ആവശ്യമുണ്ട്. നാടിൻ്റെ വികസനത്തിന് ഉപയോഗിച്ചൂടെ? അതൊന്നും പാടില്ല. നാടിൻ്റെ വികസനത്തിന് എല്ലാവരും എടുത്തങ്ങ് ഉപയോഗിക്കട്ടെ, എന്താ കുഴപ്പം? എല്ലാവരുടെയും കയ്യിൽ പൈസ ഇല്ലേ? ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഓരോ സിസ്റ്റം ഇങ്ങനെ പുതിയത് കൊണ്ടുവന്നേക്കണത്? ഞാൻ രോഹിത്തിനോട് അങ്ങോട്ട് ചോദിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഹലാൽ കൊണ്ടുവന്നേക്കണത്? ഹലാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഹലാൽ കൊണ്ടുവന്നല്ലോ. ഹലാൽ വർഷങ്ങൾ കൊണ്ട് ഇവിടെ എവിടെ? അന്ന് അതിനൊരു സർട്ടിഫിക്കേഷൻ വേണ്ടായിരുന്നു, യാതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അതിനൊരു പുതിയ സർട്ടിഫിക്കേഷൻ വേണം. ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ എങ്ങടാ പോണത്? എന്തിനു വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത്? എന്ത് നന്മ, എന്ത് പുണ്യപ്രവർത്തിക്കാണ്? ക്ഷേത്രങ്ങളിലും ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പണങ്ങളും എന്ത് പുണ്യപ്രവൃത്തിക്ക് ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ അവരുടെ മതം വളർത്താൻ അവരത് ഉപയോഗിക്കും. നമ്മൾ അങ്ങനെ പറയല്ല. ഈ സാധനം ശരിക്കും ഇവിടെ ആവശ്യമേ ഇല്ലാത്തതാണ്. ഫ്ലാറ്റ് വരെ ഉണ്ടെന്ന് ഹലാൽ, ടയർ ഹലാലുണ്ട്, വണ്ടി ഹലാലുണ്ട്, സ്വർണം ഹലാലുണ്ട്. എന്ത് ഹലാലത്? നമ്മൾ പുണ്യാഹം കൊള്ളഞ്ഞെടുക്കുന്ന പോലെ ചിന്തിച്ചാൽ പോരെ. അങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഒരു പ്രവൃത്തി അധർമ്മത്തിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അല്ലെങ്കിൽ നന്മയുടെ പാതയിലേക്ക് നയിപ്പിക്കുക എന്നുള്ളത് ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണാധികാരികളുടെ അല്ലെങ്കിൽ അവിടുത്തെ നിയമ സംവിധാനത്തിൻ്റെ രീതികളാണ്. അതിൽ നിന്ന് വിട്ടുമാറി നമുക്കെല്ലാവർക്കും ഒരു വോട്ടേ ഉള്ളൂ. ആ വോട്ട് ചെയ്തിട്ട് നമ്മൾ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി. വോട്ടിന് വേണ്ടിയിട്ട് അനാവശ്യം പറയുക, ജനങ്ങളെ പ്രൊവോക്ക് ചെയ്യിപ്പിക്കുക, അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക, ഇങ്ങോട്ട് മാറ്റുക, ഒരു പ്രതികരണം ഇല്ലാതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകോപനം ഇല്ലാണ്ട് കിടക്കുന്ന ഒരു പ്രത്യേകതരം സമൂഹമാണ് ഈ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത്. അതിൽ ചാതുർവർണ്ണയം കുത്തിക്കയറ്റി അതിനകത്ത് മറ്റെന്തെങ്കിലുമൊക്കെ ഇടകലർത്തി ജനങ്ങളെ തമ്മിലിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയേക്കുക. ഇവരൊന്ന് ഏകീകരിക്കാനുള്ള ഒരു അവസരം ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുക. എങ്ങനെ? ഈ BJP വന്നതുകൊണ്ട് അവർ വർഗീയത പറഞ്ഞ് ശരിക്കും പറഞ്ഞ ജനങ്ങളുടെ ഉള്ളിൽ ഒരു ഏകോപനം ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഏത് ജനങ്ങളുടെ ഉള്ളിൽ? ഏത് ജനങ്ങളുടെ ഉള്ളിൽ? എല്ലാവരുടെ ഉള്ളിലുണ്ടത്. വോട്ട് കുത്തുമ്പോൾ എല്ലാവരും പോയി മാറ്റി കുത്തും. പറയുമ്പോൾ ഇപ്പം നമ്മൾ രണ്ടുപേരേ പറയണുള്ളൂ. പുറത്തുള്ള ആളുകൾ പോയി വോട്ട് കുത്തുമ്പോൾ അതങ്ങോട്ട് ആ ചായ്വ് അങ്ങോട്ട് തന്നെ ചെല്ലും. ഇവിടെ നിന്ന് നോർത്തിലേക്കൊന്ന് യാത്ര ചെയ്ത് നോക്ക്. രോഹിത് ഒരു കാര്യം ചെയ്യാൻ, നോർത്ത് ഈസ്റ്റ് സൈഡിലേക്കൊന്ന് യാത്ര ചെയ്യുക. കണ്ടമാനം മുസ്ലിംസ് ഉള്ള ഏരിയയിലും അവരോട് പോയി ചോദിച്ചു നോക്ക് BJPയോടുള്ള അവരുടെ ഒരു അന്തർധാര എന്താണ്. അവർ പറയും ഹിന്ദുക്കളാണ് ഭരിക്കണമെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കാമെന്ന്. ഞാനീ പറഞ്ഞത് ഒരു കറക്റ്റായിട്ടുള്ള അവർ പറഞ്ഞ ആൻസർ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കാത്ത കാര്യമല്ല. ഞാൻ ധാരാളം യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇങ്ങനെ 1 to 1 പോയി ഇൻ്റർവ്യൂ എടുക്കലല്ല, പക്ഷേ ആളുകളിൽ നിന്ന് ഫീഡ്ബാക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആളുകൾ സുരക്ഷിതരാണ് അവിടെ. പിന്നെ പ്രത്യേകിച്ച് പ്രൊവോക്കേഷനോ തമ്മിത്തല്ലോ വഴക്കൊന്നുമില്ല. പിന്നിലേക്ക് ചിന്തിക്കൂ, എന്താണ് കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഹൈന്ദവരായിട്ടുള്ളവർ തന്നെയാണ് പ്രധാനമന്ത്രി പദവിയിലിരുന്നത്. അതിലല്ല കാര്യമുള്ളത്. ഇതിപ്പോൾ നോക്ക്, ഇതിങ്ങനെ പറഞ്ഞാലും അങ്ങനെ പറഞ്ഞാലും സംഭവിക്കാൻ പോകണമൊക്കെ എന്താണെന്ന് നമുക്കും അറിയാം, നിങ്ങൾക്കും അറിയാം.
നമ്മളൊരു എന്താ പറയുക, ഒരു ഇലക്ഷൻ്റെ സമയമാണ്, എന്തെങ്കിലും സംസാരിക്കണമെന്ന് കരുതി ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ്. ഇന്ത്യ മുന്നണി നല്ല കാര്യം വരട്ടെ. എനിക്കിപ്പോൾ ആര് വന്നാലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ ആത്മീയ പാതയിൽ ഞാൻ സന്തോഷമായിട്ട് എവിടെയെങ്കിലും. വർഗീയതയില്ലാത്തൊരു രാജ്യം, അതാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. വർഗീയത ഇല്ലാത്തൊരു രാജ്യം. വർഗീയത ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് BJP തന്നെയാണ്. ഇത് പറയണ വർഗീയതയാണെങ്കിൽ പോലും ശരിക്കും വർഗീയത ഇല്ല. ഞാൻ മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ. സനാതന ധർമ്മത്തിന് എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. രണ്ടാമത്തത്, ഒരു ഇപ്പോൾ 3 പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ നടന്നുപോയി. ഒരു വിഷു നടന്നു, ഒരു ഈസ്റ്റർ നടന്നു, ഒരു പെരുന്നാൾ നടന്നു. ഈ വിഷുവിന് എന്തെങ്കിലും കൊലപാതകം നടത്തേണ്ട ഒരു ചടങ്ങുണ്ടോ? ഒരു ജീവിയെ പോലും കൊല്ലാതെ. പച്ചക്കറികളെ കൊന്നില്ലേ നമ്മൾ? ഇച്ചിരി പടക്കം പൊട്ടിച്ച്. പച്ചക്കറി എന്താണെന്നുള്ള പിന്നീട് പറഞ്ഞുതരാം. ഇത്തിരി പച്ചക്കറി കൊണ്ട് നമ്മൾ അവിയലും പായസം ഉണ്ടാക്കി കഴിച്ച് പച്ചക്കറികളെ കൊന്നു. കേക്ക് മനുഷ്യനായിട്ടൊരാൾ ഭൂമിയിൽ ജനിച്ചോ ഒരു ജീവിയെ കൊന്നിരിക്കും. അവൻ മരിച്ചോ ജീവിയെ കൊല്ലും. അവൻ്റെ അടിയന്തരാണോ ജീവികളെ കൊല്ലും. അവൻ്റെ ചാത്താണോ ആളുകളെ കൊല്ലും. കല്യാണമാണോ പുലവിളിയാണ്, എന്ത് വിശേഷം ഉണ്ടെങ്കിലും ജീവികൾക്ക് ഇവിടെ വേറെ ആർക്കും ജീവിക്കാൻ പാടില്ല, ഇരിക്കപ്പുറത്തില്ല. ഒക്കെ എത്തിനും കൊന്നു തിന്നും. ഇതെന്ത് സംസ്കാരമാണത്? ഇങ്ങനെ പോയാൽ നമ്മൾ എവിടെ ചെന്ന് അവസാനിക്കാൻ പോകണം? ആണ്. ഹൈന്ദവന്റെ സംസ്കാരത്തിൽ ഇല്ല, അത് വന്നു ചേർന്നതല്ലേ. അതിപ്പോൾ നോക്ക്, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു അമ്മ വിളിച്ചിട്ട് പറയാണ്, ഗുരുജി ഇവിടെ ഒരു SNDPയിൽ അവിടെ ഒരു 5 SNDPയിൽ പ്രോഗ്രാം നടക്കുക, ഇവിടെ എല്ലാം ചിക്കൻ ബിരിയാണി വിളമ്പണേ, നമ്മൾ എന്താ ചെയ്യണത്? ഞാൻ പറയും നിങ്ങളും പോയി കഴിക്കുക, അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? അത് നോക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി ഉണ്ട്, ഞാനാണോ അത് ചെയ്യണത്? എൻ്റെ ക്ലാസ്സിൽ വരുന്ന ആളുകളോട് ഞാൻ ഇതിൻ്റെ ധർമാധർമ്മം പറഞ്ഞു കൊടുക്കും. എനിക്ക് രോഹിത്തിൻ്റെ മുന്നിൽ ഒരു ചെറിയ അവസരം കിട്ടുന്നുണ്ട്, ഞാൻ ആ ധർമാധർമ്മത്തെപ്പറ്റി മാത്രമാണ് സംസാരിക്കണത്. നമ്മളുടെ വീട്ടിൽ ഇന്നൊന്ന് ആലോചിച്ച് നോക്കുക, സമൂഹം നമ്മളുടെ വീട്ടിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു. ആലുവയിലല്ലേ ഒരു വീട്ടിൽ വന്ന് തുറന്ന് പെങ്കൊച്ചിനെ എടുത്തുകൊണ്ട് പോയത്. ഇനി അടുത്ത് വരാൻ പോണ സ്റ്റേജ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് പുറത്തേക്ക് ന്യൂസ് വന്നിട്ടില്ല. നമ്മൾ പണ്ട് ചെറുപ്പകാലത്തൊരു കഥ കേട്ടിട്ടില്ലേ, ഈ പശുവിനെയും പുല്ലിനെയും പുലിനെയും ആടിനെയും കൂടി ഒരുമിച്ചൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ബോട്ടും കൊണ്ട് അപ്പുറം പോയി തിരിച്ചുകൊണ്ട് കൊച്ചിലെ കടങ്ങത കേട്ടിട്ടില്ലേ? ഇപ്പം അതേ അവസ്ഥയായി. വീട്ടിൽ മുത്തശ്ശനെയും കൊച്ചിനെയും വേലക്കാരിനെയും അച്ഛനെയും ഒരുമിച്ച് ഇരുത്തിയേച്ച് പോകാൻ പറ്റില്ല. ജീവിതമൊക്കെ പോയി, ഒരു സ്ഥലത്തും സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. മനുഷ്യൻ പോത്തും കോഴിയും തിന്ന് പോത്തും കോഴിയായിട്ട് മാറി. എൻ്റെ അടുത്ത് വന്നിരുന്ന് ആളുകൾ സംസാരിച്ചിട്ട് പോണ കഥകൾ ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ ചെവി ശരിക്കും പറഞ്ഞാൽ മരവിച്ചു പോവുക. അത് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, അത്രമാത്രം മോശ കഥകളാണ് നടക്കുന്നത്. ഈ പുരാണ കഥകളിൽ മാംസാഹാരികളായ കഥാപാത്രങ്ങൾ സദാചാര കശാപ്പുശാല എന്നാണ് അതിന് പേര് തന്നെ. എവിടെയാണ് സദാചാര കശാപ്പുശാലയിൽ കശാപ്പ് കിടത്തണേ? ഇത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നതാണ്. സദാചാര കശാപ്പുശാല നടത്തുന്നവൻ തന്നെ പറയാണ്, ഇത് നിങ്ങൾക്കിപ്പോൾ മാംസാഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് അത്തരം കഥകൾ മാത്രം എടുത്തുകൊണ്ട് വരല്ലേ? അപ്പോൾ ഈ ഡയമെൻഷനിൽ നിന്നിട്ട് നമ്മൾ പറയുമ്പോൾ ഇത് കൊല്ലും കൊലയായിട്ട് തന്നെ പറയും. ഞാനിപ്പോൾ ബൈബിളിൻ്റെയും ഖുറാനിൻ്റെയും കാര്യമാണ് പറഞ്ഞത് ഇല്ലേ? നമ്മൾ ഒത്തിരി ഗ്രന്ഥങ്ങളിലേക്കൊന്നും പോകണ്ട. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളുടെ സമൂഹത്തിൽ ഏറ്റവും പേരെടുത്ത ഒരു ഗുരുവാണ് ശ്രീനാരായണ ഗുരു. ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന കൃതികളിലോ അല്ലെങ്കിൽ ഗുരുദേവൻ അവസാന കാലത്ത് സമാധിയാവുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ആശ്രമത്തിലോ പോയി കഴിഞ്ഞാൽ അവിടെ ഫലകങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്, മനമലർ കൊയ്ത് മഹേഷ പൂജ ചെയ്യുന്നവൻ ഈ ഭൂമിയിൽ മറ്റൊരു വേല ചെയ്യേണ്ടെന്നാണ് എഴുതി വച്ചേക്കണത്. ഇതിനർത്ഥം എന്താ? നമ്മൾ മനസ്സാകുന്ന പുഷ്പം സമർപ്പിച്ച് പൂജ ചെയ്യാൻ പഠിച്ചാൽ ഈ ഉലകത്തിൽ പിന്നെ വേറൊരു വേല അവൻ ചെയ്യേണ്ടെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഗുരുദേവൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന വെള്ളാപ്പള്ളി തന്നെ കരിമീൻ ഇല്ലാതെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അല്ല, അത് ആവായിരിക്കും, അതൊക്കെ പ്രപഞ്ചത്തിൻ്റെ തീരുമാനം. എനിക്ക് അറിവ് തന്ന് എന്നെ വിട്ടേക്കുന്ന ഗുരുദേവനാണെന്ന് ഗുരുദേവൻ എന്നെ സംരക്ഷിച്ചോളൂ. എൻ്റെ കാലം കഴിഞ്ഞോ ടയർ സമാധി ആവോ വാട്ടർ സമാധി ആവോ എന്താണെന്ന് വെച്ചാൽ ആവട്ടെ, നമുക്കല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എന്തിന് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അതൊന്നും പ്രശ്നമില്ല രോഹിത്ജി. അതെന്താണെന്ന് ചോദിച്ചാൽ ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ അവരെ ധർമ്മം തന്നെ സംരക്ഷിച്ചോളൂ. നമുക്കൊന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല. അധർമ്മത്തിൽ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടണം.
നമുക്ക് അധർമ്മം ഇല്ല, ധർമ്മം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇതിനോടകം പറഞ്ഞ പല വീഡിയോസിലും വരുമ്പോഴേക്കും എന്നെയൊക്കെ പണ്ടേ കൊട്ടേഷൻ കൊടുത്ത് കളയേണ്ടത്. തർക്കിക്കാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, നന്നായി തർക്കിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ പ്രേക്ഷകരെ പേടിച്ച് ഞാൻ തർക്കിക്കാതിരിക്കും. അതെന്താ? ഗുരുജിയുടെ ഫോളോവേഴ്സ് എല്ലാം വന്ന് എന്നെ തെറി വിളിക്കുന്നുണ്ട്. ഇല്ലേ, അത് നോക്കാം. ഗുരുജിയുടെ ഫോളോവേഴ്സിനോട് ഗുരുജി ധർമ്മപരമായി പറയണം, വീഡിയോയുടെ അടിയിൽ വന്ന് തെറി വിളിക്കാതിരിക്കാൻ. അല്ല, ഇത് ഒരിക്കലും ഇൻ്റർവ്യൂ ചെയ്യുമ്പോണ്ടല്ലോ, അപ്പോൾ രോഹിത് കാലൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കില്ലേ, അവരെ സംബന്ധിച്ച് ഞാൻ അവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നവുമായിട്ട് വന്നോ പ്രശ്നം മാറ്റിക്കൊടുത്ത ഗുരുവാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു ഗുരുവായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്ന രോഹിത് വളരെ ലാഘവത്തോടു കൂടി ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് നമ്മളിങ്ങനെ കീറി മുറിക്കുന്ന കാണുമ്പോൾ അവർക്കൊരു മനോവിഷമം തോന്നും. അത് സ്വാഭാവികമാണ്. അധർമ്മത്തിന്റെ പാതയിലൂടെ യാത്ര ചെയ്ത് വന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ക്യാമറമാരെയൊക്കെ വിളിക്കുന്നു. ഇല്ല, അതൊരു കണക്കിന് അത്തരത്തിലുള്ള പ്രേക്ഷകരോടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുവിനെ, നിങ്ങൾ ദൈവതുല്യനായി കാണുന്ന ഗുരുവിനെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുചോദ്യങ്ങളും കൗണ്ടറുകളും പറയുമ്പോൾ സ്വാഭാവികമായും വിഷമമുണ്ടാകും. പക്ഷെ ഇതെന്റെ ജോലിയാണ്, എന്റെ ധർമ്മമാണ്, എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റും. അതെ, ഞാൻ എല്ലാം അംഗീകരിച്ചു തരാനാണെങ്കിൽ എന്റെ ഒരാളുടെ ആവശ്യം ഈ സീറ്റിലില്ല. ഈ ക്യാമറ മാത്രം ഇവിടെ വെച്ച് പറയുന്നത് കേട്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് മതി. ഗുരുജിയുടെ ഐഡിയോളജിയുമായി ചേർന്ന് പോകാത്ത ഒരു വലിയ സമൂഹം അപ്പുറത്തേക്ക് അവരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോ വീണ്ടും ചോദ്യത്തിലേക്ക് വന്നാൽ, മാംസാഹാരികളായ ആളുകൾ ഹൈന്ദവ പുരാണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അത് ഗുരുജി വിടാൻ പറഞ്ഞു. എന്നാലും ഞാൻ വീണ്ടും ചോദിക്കുന്നു, ധർമ്മ സംരക്ഷണാർത്ഥം മുന്നിൽ നിൽക്കുന്നത് നിന്റെ ബന്ധുക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവരെ കൊന്നുകളയാൻ പറഞ്ഞ അർജുനനോട് പറഞ്ഞ ശ്രീകൃഷ്ണനെ നമ്മൾ പുരാണത്തിൽ. അപ്പം ഇനി വേറൊരു കാര്യം പറയണ്ടേ, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പുരാണത്തിലേക്ക് പോകണം. അതെന്താണെന്ന് ഞാൻ പറയാം. മഹാഭാരതം എന്താണെന്ന് നമുക്ക് അതിൻ്റെ ബേസ് മനസ്സിലാക്കാൻ പറ്റണം. മഹാഭാരതത്തിൽ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അതിനെ പറ്റിയാണ് സ്റ്റാർട്ട് ടു എൻഡ് വരെ പ്രതിപാദിച്ചേക്കണത്. മഹാഭാരതം കഥ എന്ന് പറയുന്നത് തുടങ്ങുന്നത് ശാന്തനു മഹാരാജാവിലാണ്. ശാന്തനു മഹാരാജാവ് ഗംഗാദേവിയെ വിവാഹം ചെയ്ത് അവർ ഭാര്യാധർമ്മം അനുഷ്ഠിച്ച് ജീവിച്ചിരുന്നു എങ്കിൽ ഈ മഹാഭാരത കഥയില്ല. മഹാഭാരതം മുഴുവൻ നമ്മൾ അടിയുറച്ച് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിച്ചാൽ നമുക്കതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാവും: വാട്ട് നോട്ട് ടു ഡു. ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതിനെ മാത്രം കോർത്തിണക്കി ഇത്രയും വലിയൊരു മഹാകാവ്യമാക്കി മാറ്റിയേക്കാണ്. ശരിക്കും നമ്മളതിന് ആ ഗുരുവിനെ സല്യൂട്ട് ചെയ്യേണ്ട, സാഷ്ടാംഗം പ്രണമിക്കുക ചെയ്യും. ഏത് അല്ല, മഹാഭാരതം നമ്മൾ ബേസാക്കി വെച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഉടനീളം. ടോപ്പ് ടു ബോട്ടം ഞാൻ ഓരോ കഥാപാത്രത്തിൽ ഞാൻ ഇത് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരു മകൻ ഭാര്യയുമായി വരുന്നു, അമ്മയെ ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു, എന്തായാലും നിങ്ങൾ 5 പേരും വീതിച്ചെടുത്തോളാൻ പറയുന്നു. ആ മകൻ ആ പെൺകുട്ടിയുടെ മനസ്സറിയാതെ 5 പേർക്ക് ആ ഭാര്യയെ വീതിച്ചു കൊടുക്കുന്നു. എവിടെ നടക്കും? ഇത് നടക്കും. എന്താ കാര്യം എന്നറിയാം? ഇതിനാണ് നമ്മൾ ഈ മഹാഭാരത ഗ്രന്ഥം കൈകൊണ്ട് തൊടുന്നവൻ മനനം ചെയ്യുന്നവനായിരിക്കണം. അതായത് ധ്യാനം, മനനം, ഇത്തരം ശീലങ്ങളുള്ള വ്യക്തിയായിരിക്കണം അത് കൈകാര്യം ചെയ്യണത്. എന്തുകൊണ്ടാണ് വേദം കേൾക്കുന്നവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പറയാൻ കാരണം? അധർമ്മത്തിൻ്റെ പാതയിലുള്ള ഒരുത്തൻ ഇത് കേട്ടാൽ, ഇത് പറഞ്ഞു കേട്ടതാണ് ഇന്ന് നമ്മൾ ഈ വികലമായിട്ട് പറയണത്. പൂർവ്വകാല ജന്മവാസനയായിരുന്നു. ഈ പാഞ്ചാലി കഴിഞ്ഞ ജന്മത്തിൽ ചടിച്ചു വാശി പിടിച്ച് നേടിയെടുത്ത വരമാണിത്. എനിക്ക് ഇന്ന ക്വാളിറ്റിയിലുള്ള പുരുഷൻ വേണമെന്ന്. അപ്പോൾ വരൻ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു ലഭ്യമല്ല എന്ന് പറഞ്ഞു. വേണമെന്ന് ചടിച്ചപ്പോൾ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര തന്ത്രപൂർവ്വമാണ് അതിനെ എഴുതിയേക്കണേന്ന്. അമ്മയുടെ അടുത്തേക്ക് വന്നേച്ച് പറയാണ്, കള്ളം പറയാണ്, ഞങ്ങൾക്ക് ഒരു ഭിക്ഷ കിട്ടിയിട്ടുണ്ടെന്ന്. അമ്മ പറയാണ് വീതിച്ചെടുത്തോന്ന്. എന്നിട്ട് ഇതിൻ്റെ ധർമാധർമ്മത്തെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് കൃഷ്ണൻ വന്നിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, ഓർമ്മപ്പെടുത്തുകയാണ്, നിൻ്റെ പൂർവ്വജന്മത്തിലെ ആഗ്രഹമായിരുന്നു കിട്ടിയത്. അപ്പോൾ ഒരേ ഒരു ഭാര്യ ഒരു വ്യക്തിക്ക് വേണ്ടതുള്ളൂ, രണ്ടാമതൊന്നും വേണ്ട. ധർമ്മപത്നി എന്നാണ് പറയണം നമ്മൾ. അധർമ്മത്തിലേക്ക് ഒരു പുരുഷൻ ചിന്തിക്കുക പോലും ചെയ്യുകയാണെങ്കിൽ അവരെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഭാരതീയ സംസ്കാരം അനുസരിച്ച് സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ധർമ്മപത്നിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബഹുഭാര്യത്വമോ അല്ലെങ്കിൽ വേറൊരു സ്ത്രീയെ പറ്റി ചിന്തിക്കേണ്ട പോലും കാര്യം ഇവിടെ ഇല്ല. ബഹുഭാര്യത്വം നമ്മളെ പഠിപ്പിച്ചത് ഹൈന്ദവ പുരാണങ്ങളായിരുന്നില്ലേ? വീണ്ടും ഞാൻ അതിലേക്കാണ് വരുന്നത്. അതൊന്നും ഒരിക്കലും ഈ പറയുന്ന നമ്മൾ കാണുന്ന ദൈവങ്ങൾക്ക് നോക്കൂ, പരമശിവനും മഹാവിഷ്ണു മോഹിനി വേഷം കൊണ്ടുവന്ന് ആ മോഹിനി വേഷത്തിൽ ആകർഷണനായ പരമശിവൻ മോഹിനിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടി ജനിച്ചു. ആ കുട്ടിയെ നമ്മൾ ദൈവമായി കാണുന്നില്ലേ? ഇത് രസം എന്താണെന്നറിയോ? നമ്മൾ ഡയമെൻഷൻസ് എപ്പോഴും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക.
നമ്മൾ ചില കാര്യങ്ങൾ കഥയായിട്ട് ഇവിടെയാണ് നമ്മൾക്ക് ബ്രഹ്മജ്ഞാനികളായ ഗുരുക്കന്മാരിൽ നിന്ന് വേണം അറിവ് നേടാനെന്ന് പറഞ്ഞിരിക്കുന്ന സത്യത്തെ തിരിച്ചറിയേണ്ടത്. ഇത് ഒരു കള്ളുകൂടിയനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധാരണക്കാരൻ പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത്. ഇതൊരു ഗുരുമുഖത്തുനിന്ന് നമ്മളെ അറിവ് സ്വീകരിച്ചതെന്നിരിക്കട്ടെ, അതായത് ഗുരുകുല വിദ്യാഭ്യാസ രീതിയിലാണ് നമ്മൾ സ്വീകരിച്ചതെന്നിരിക്കട്ടെ, നമ്മൾ ഒരിക്കലും ഈ ഒരു ചോദ്യം ഇന്ന് എൻ്റെ അടുത്ത് വരില്ല. മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. ഞാൻ കൃത്യമായി പറയട്ടെ, ഞാൻ വിശ്വാസിയാണ്, ഹൈന്ദവ മതവിശ്വാസി. എനിക്ക് എല്ലാ മതങ്ങളിലും വിശ്വാസമുണ്ട്, അതിൻ്റെതായ രീതി. എന്നാലും ഞാൻ ജന്മം കൊണ്ട് ഹൈന്ദവനായതുകൊണ്ട് ഞാൻ ഹൈന്ദവ മതവിശ്വാസിയാണ്. ഞാനീ കുറ്റം പറഞ്ഞ പരമേശ്വരൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അയ്യപ്പൻ്റെയും ഗണപതിയുടെയും ക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്ന ആളാണ്. എൻ്റെ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞ ദിവസം കടന്നു വന്നപ്പോഴും ചോദിച്ചു, ഇവിടെ മുഴുവൻ ഗണപതിയാണല്ലോ. ഞാനൊരു കൊട്ടാരക്കരക്കാരനായതുകൊണ്ട് പൊതുവെ എൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ്. വിത്ത് റെസ്പെക്ട് ഞാൻ അങ്ങയോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും ഞാൻ അങ്ങയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്, അറിയാം. ആ ഒരു സമൂഹത്തിന് വേണ്ടി, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി അവർക്കും ഉണ്ടാകും ചോദ്യങ്ങൾ താങ്കളോട്. ആ ചോദ്യങ്ങൾ ഞാൻ താങ്കളോട് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി തന്നെയാണ് ഇത് പറയണത്. നമ്മൾ വികലമായിട്ട് ചിന്തിച്ചു പോയാൽ നമുക്ക് ആൻസർ എല്ലാം വികലമായേ കിട്ടുള്ളൂ. ഒരൊറ്റ ഉദാഹരണം പറയുമ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു കാര്യത്തിന് ആൻസർ പറയാനുള്ള സമയം ഉണ്ടാവില്ല. എവിടെയെങ്കിലും വെച്ച് രോഹിത് കട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ ഏകലവ്യൻ്റെ കഥ കേട്ടിട്ടുണ്ട്. എന്താണ് ഏകലവ്യനെ പറ്റി കേട്ടിരിക്കുന്നത്? പഞ്ചപാണ്ഡവരെ മാത്രം അസ്ത്രശസ്ത്രവിദ്യ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഗുരുവിൻ്റെ അടുത്തുനിന്ന് ഒരു താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ഒരുത്തം പഠിക്കാൻ വേണ്ടി വന്നു. അവിടെ അനുവാദം കൊടുത്തില്ല, പുള്ളി ഒളിച്ചിരുന്ന് പഠിച്ചു. എന്നിട്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞ് പുള്ള വിരൽ കണ്ടിച്ച് മേടിച്ചെടുത്തു. ഇതല്ലേ കേട്ടിരിക്കുന്നത്? അതല്ല സത്യം. നമ്മൾ അറിയേണ്ട ഒന്നുണ്ട്. അവന് ഒരിക്കലും ഈ വിദ്യ പഠിക്കാൻ കഴിവില്ലാത്തത് താഴ്ന്ന സമുദായമായതുകൊണ്ടല്ല, അവൻ അതിന് അർഹനല്ല. ചില കാര്യങ്ങൾ, ഒരു രാജകുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ആ കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ ആ കുട്ടി എന്തിനു വേണ്ടിയിട്ടാണെന്നൊരു ലക്ഷ്യമുണ്ട്. ആ കുട്ടിക്ക് ആ ക്വാളിറ്റി ഉണ്ടാവും. ധർമാധർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പഞ്ചപാണ്ഡവരുടെ ക്വാളിറ്റി എടുത്ത് നോക്കിക്കോ. അവർക്ക് വലിയ ക്വാളിറ്റി ഉള്ളവരല്ലേ, അവർ നിഷ്ഠയോടുകൂടി ജീവിക്കുന്നവരല്ലേ. ഇവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു രാജഗുരു ഉണ്ടായിരുന്നു. രാജഗുരു വിദ്യ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് ഒളിച്ചിരുന്ന് ഒരുത്തൻ കണ്ടു പഠിച്ചു. അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ? ഒരു നായ്ക്കുട്ടിയുടെ വായിലേക്ക് ഇത്രയും അസ്ത്രം എഴുതി വിടേണ്ട വല്ല കാര്യമുണ്ടോ? അതിനൊന്ന് പേടിപ്പിച്ചാൽ പോരെ അതിനെ ഓടിക്കാനാണെങ്കിൽ. ഇതിൽ അഭിമാനം കൊണ്ട് ചെന്ന് നോക്കിയതല്ല. ഇത് ആരടാ ഈ വിദ്യ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇവിടെ ഗുരുവിൻ്റെ തന്നെ പടം വെച്ച ഒരുത്തൻ അസ്ത്രശസ്ത്രവിദ്യ ഇതിൽ നിന്നാണ് പഠിച്ചെടുത്തത്. അവനോട് പറഞ്ഞു അങ്കുഷ്ടം നൽകാനാണ് പറഞ്ഞു. അങ്കുഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഷ്ടാംഗം പ്രണമിക്കാനാണ് പറഞ്ഞത്. വികലമായ ബുദ്ധിയോടുകൂടിയുള്ളവൻ അങ്കുഷ്ടത്തിൻ്റെ അർത്ഥം അറിയാൻ പാടില്ലാത്തവൻ തന്തവരിൽ മുറിച്ചു കൊടുത്തു. ആരുടെ തെറ്റാത്? തന്ത്രപൂർവ്വം ഗുരു ഒരു ചോദ്യം ചോദിക്കുക ചെയ്ത് ശിഖണ്ഡിയെ നിർത്തി യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് രോഹിത്തെ. ഇവൻ മഹാഭാരതമോ രാമായണോ ഏതും എടുത്തോ, നമുക്കൊരു ജന്മം വേണം ഇരുന്ന് പഠിക്കാൻ. ആകെ ഇത് പഠിക്കാൻ പറ്റിയ മാർഗം ധ്യാനം മാത്രമേ ഉള്ളൂ. ധ്യാനത്തിനുള്ളൊരു പ്രത്യേകത എന്താണെന്നറിയോ? എൻ്റെ മുഖത്തു നിന്നല്ല പഠിക്കണത്. ധ്യാനം ഞാൻ പഠിപ്പിക്കും. ഞാൻ കൊണ്ടുപോയി അവരെ ഇരുത്തി കൊടുക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ ഉപജ്ഞാതാവായിട്ടുള്ള ഗുരുവിൻ്റെ അടുത്താണ്. ആ ഗുരുവിനൊരു സൂത്രവിദ്യയുണ്ട് ഇത് ഇവനിലേക്ക് പകർന്നു കൊടുക്കാൻ. അത് ആ ഗുരുവിനെ അറിയാവുള്ളൂ. ഇപ്പം ഞാൻ SMS മെഡിറ്റേഷനിലൂടെ 45 മിനിറ്റ് കൊണ്ട് ഒരുത്തിൻ്റെ ഭാവി മാറ്റി മറക്കണില്ലേ? ഇത് എനിക്ക് കിട്ടിയ കഴിവാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അതുപോലെ തന്നെയാണ് വാത്മീകിയും സുശ്രുതനും ചരകനും മറ്റെല്ലാ ഗുരുക്കന്മാരും. അവർക്കെല്ലാം അവരുടെ വിഷയത്തിൽ അഗ്രഗണ്യമായ പവറുണ്ട്. അവർക്ക് ഏത് തരത്തിലുള്ള ഡ്രൈവിംഗ് കോഡ് അവർക്ക് കോപ്പി ചെയ്ത് കൊടുക്കണമെന്ന് അവർക്കറിയാം. അപ്പോൾ ഒരുത്തൻ്റെ വാസന ഏതാണോ ആ വാസനയ്ക്കനുസരിച്ച് അവൻ ഈ ഗുരുവിന് എല്ലാം സറണ്ടർ ചെയ്ത് അവൻ ധ്യാനമാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവന് എന്തിനോടാണോ വാസനയുള്ളത്, അവന് ചിലപ്പോൾ ആയുർവേദമായിരിക്കാം, ചിലപ്പോൾ ജ്യോതിഷമായിരിക്കാം, ചിലപ്പോൾ നാട്യകലയായിരിക്കാം, ചിലപ്പോൾ യോഗയായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. അവന് ഇഷ്ടമുള്ളതിലൂടെ അതിൻ്റെ ഗുരു അവനെ പിടിക്കും. എന്നിട്ട് അവന് സോഫ്റ്റ്വെയർ ടു സോഫ്റ്റ്വെയർ ഇങ്ങനെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ആ ഗുരുമുഖത്തുനിന്ന് കിട്ടുന്ന അറിവിന് ഒരിക്കലും വികലമായ അർത്ഥം ഉണ്ടാവില്ല. നമുക്കൊരിക്കലും ഈ പറയുന്ന ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ഈ പുരാണങ്ങളും ഈ ഗ്രന്ഥങ്ങളും മുഴുവൻ ഈ പറയുന്ന എല്ലാ അറിവും പറ്റില്ല. ഞാൻ ഈ ഖുർആനൊന്നും വായിച്ചിട്ടില്ല, ബൈബിളും ഞാൻ വായിച്ചിട്ടില്ല. 100%. ഈ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് 2 ക്രിസ്ത്യൻ ഫാമിലി വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, ഗുരുജി ഞങ്ങൾക്ക് ഇനി ഈ ഇതിൽ വിശ്വാസമില്ല, അതായത് ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസമില്ല, കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന അധർമ്മമാണ് അവർ പറഞ്ഞത്. അപ്പോൾ
ആ വീട്ടിൽ നടക്കുന്ന ക്രൂരത കണ്ട് 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 അപ്പോൾ ഇവർ പറയണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോവും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, എന്നിട്ട് ഈ അധർമ്മം കണ്ട് 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 ഇത് ശരിയാണോ തെറ്റാണോ ഞങ്ങൾക്ക് അറിയില്ലാതെ ഇരിക്കുകയായിരുന്നു. അബദ്ധത്തിലാണ്. ആ ഈ രോഹിത്ത് എൻ്റെ വീട്ടിലും ചെള്ളു വരണ്ട്, എൻ്റെ വീട്ടിലും കൊതുക് വരണ്ട്, എൻ്റെ വീട്ടിലും പാറ്റയുണ്ട്, ഇതിനൊന്നും ഞാൻ കൊല്ലണില്ല, കേറില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ഒരു കൊതുക് പോലും നിങ്ങളെ കൊത്തൂല എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ചേ, എന്നെ വഴിക്കൂടെ പോകണേ കല്ല് വെച്ചെറിഞ്ഞ് ഞാൻ 10 പ്രാവശ്യം എറിഞ്ഞ് ഞാൻ തിരിച്ചു തല്ലൂല നിങ്ങളെ. എത്ര പാവമാണെങ്കിലും തല്ലൂല. ഒരു ദിവസം ഞാനും കല്ലെടുത്ത് എറിയും. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഞാനും ഒരു ദിവസം ഭ്രാന്ത് കയറി കൊട്ടേഷൻ കൊടുക്കും, നിങ്ങളെ തല്ലാൻ വേണ്ടി വരും. ഇത് തന്നെയാണ് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ജീവജാലങ്ങളെയും നമ്മൾ ഉപദ്രവിക്കുക. നമ്മൾ ജീവിക്കുന്നതിൻ്റെ പരിസ്ഥിതി ഉറുമ്പിന് പോലും ജീവിക്കാൻ പറ്റില്ല. ഒന്നിനെയും കൊല്ലൂല. എൻ്റെ വീട്ടിൽ നിറച്ച് ഉറുമ്പുണ്ട്, നിങ്ങൾ നോക്ക്. ഞാൻ അവനോട് ദേ മക്കളെ പൊക്കോട്ടോ, ഞാനിവിടെ പുൽപ്പൊടി ഇടുന്നു പറഞ്ഞാൽ അവരങ്ങ് പോകും. ഞാൻ ഇല്ല പറയുള്ളൂ, വെറുതെ പറയും. ആ ഭീഷണിപ്പെടുത്തും. നോക്ക്, ഇത് ഗുണ്ടായ അങ്ങനെ പറയല്ലേ. ഞാൻ ചുമ്മാ തമാശക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞതാ. അത് വ്യത്യാസമുണ്ട്. അവരോട് സ്നേഹത്തോടെ പറഞ്ഞതാ. അവരോട് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരാ മാറി നിൽക്കും. നമ്മളെ പല പ്രാവശ്യം അവർ ടെസ്റ്റ് ചെയ്യും. ഞാനൊന്നും ചെയ്യില്ല. ഞാൻ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ തുറന്നിട്ട് പുറത്തേക്ക് കളയാനുള്ള മാർഗം നോക്കും. അറിഞ്ഞില്ലേ ഓടിച്ചുകൊണ്ട് പോകും. ചാവുകയാണെങ്കിൽ ചാവും, ജീവിക്കുകയാണെങ്കിൽ ജീവിക്കും. അത് അതിൻ്റെ കർമ്മഫലമാണ്. നേരെ മറിച്ച് ഞാൻ ഒരു പാമ്പിനെ താഴെ കണ്ടു, അപ്പം അടിച്ചങ്ങോട്ട് കൊന്നുവന്നിരിക്കട്ടെ, അത് ഞാൻ ചെയ്യണ തെറ്റാണ്. അല്ല, അതെങ്ങനെയാ അത് അങ്ങനെ നമ്മൾ പറയരുത്. ഇങ്ങനെയല്ല ധർമാധർമ്മം മനസ്സിലാവണത്. ധർമ്മത്തിൽ വീണ്ടും ഉണ്ട് അധർമ്മം. നമ്മുടെ വണ്ടിക്ക് അകത്ത് തന്നെ കയറി ഇരുന്നു ഇരിക്കട്ടെ, ഞാൻ ആ ഡോറ് തുറന്നിട്ട് കൊടുത്താൽ അതങ്ങ് പൊക്കോളും. വേണ്ട, ഇത്തിരി വെളുത്തുള്ളി അരച്ചിട്ട് കൊടുത്താൽ അത് പൊക്കോളും. എത്രയോ വീട്ടുകാർ പറഞ്ഞിരുന്നു അവരുടെ വീടിനകത്ത് പാമ്പ് കയറി, അലമാരിക്കകത്ത് പാമ്പ് കയറിയിട്ട് അവർ വെറുതെ വിളക്കം കത്തിച്ച് നോക്കിയിരുന്നു, ആ പാമ്പ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞാനൊന്നും ഒരിക്കലും പഴയ കാലത്തേക്ക് ആൾക്കാർ അന്ധവിശ്വാസത്തിൽ കൊണ്ടുപോകല്ല. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. പറഞ്ഞ പോയിന്റ് ഞാൻ വിട്ടുപോയി. എന്നിട്ട് ആ ഫാമിലി എന്നോട് ചോദിച്ചു, ഗുരുജി ഞാൻ പൂർണ്ണമായിട്ടും ക്രിസ്ത്യാനിറ്റി വിട്ട് ഞാൻ ഹിന്ദു ധർമ്മത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു, വേണ്ട, നിങ്ങളുടെ ബൈബിൾ പറഞ്ഞിരിക്കുന്ന സത്യം ഇതാണ്. ഒരു ജീവിയെ ഉപദ്രവിക്കാൻ അതിലും പറഞ്ഞിട്ടില്ല. മത്സ്യമാംസവും വീഞ്ഞും കഴിക്കരുതെന്ന് 7 സ്ഥലത്ത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്തുകൂടെ? നിങ്ങൾ ബൈബിൾ പൂർണ്ണമായിട്ടും വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ ഗുരുജി, അതൊന്നും വായിച്ചിട്ടില്ല. പിന്നെ ഈ ആൾത്താരയിൽ നിന്ന് അച്ഛൻ എന്തായി പറയണേന്ന് ചോദിച്ചു. മുഴുവൻ ബൈബിളൊന്നും വായിക്കില്ല, ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വായിക്കും, അല്ലാണ്ട് ബൈബിളൊന്നും ഇതുവരെ ഞങ്ങളും വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ തെറ്റല്ല. എന്നിട്ട് അവർ ചോദിച്ചു, ഗുരുജി വായിച്ചോ ചോദിച്ചു. എൻ്റെ പൊന്നു സഹോദരി, ഞാനിത് വായിച്ചിട്ടില്ല. എന്നോട് യേശുദേവൻ പറഞ്ഞു തന്നാ. യേശുദേവൻ പറഞ്ഞു തന്നോ? നിങ്ങൾക്ക് സംശയമുണ്ട്, യേശുദേവനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. സത്യമായിട്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടോ, ഒന്ന് കാണിച്ചു തരുമോ ചോദിച്ചു. 2 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തി. പ്രപഞ്ചം എന്താണോ തീരുമാനിക്കണം അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരത്തെ മെഡിറ്റേഷനിൽ അതിലിരുന്ന് ഒരു പയ്യൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന 2 പേർക്ക് യേശു ക്രിസ്തുവിനെ കാണാൻ ഭാഗ്യമുണ്ടെന്ന്. ആ പയ്യനറിയില്ല അവർ ക്രിസ്ത്യാനിയാണെന്നുള്ളത്. ഒരു പയ്യനാണ് പറഞ്ഞത്. പിറ്റേ ദിവസം അതിനകത്ത് ഒരാൾ ക്രിസ്തുദേവനെ കണ്ടു, വന്ന് അനുഗ്രഹിച്ചിട്ട് പോയി. എന്നിട്ട് ആ പയ്യനോട് പറഞ്ഞ എന്നാണെന്നറിയാമോ? നിങ്ങളുടെ ഗുരു യഥാർത്ഥ ഗുരുവാണ്. അധർമ്മത്തിൽ നിന്ന് മാത്രമല്ല, ധർമ്മത്തിൽ സഞ്ചരിക്കുന്നവർ അതേ ധർമ്മത്തിൽ തന്നെ തുടരാനാണ് പറഞ്ഞത്. എനിക്ക് വേണ്ടി 2 ശിഷ്യന്മാരെ നിങ്ങളുടെ ഗുരു എനിക്ക് ദാനമായി തന്നു. അപ്പം ഞാൻ ഒരാളോടും മതം മാറാൻ പറയണില്ല, ഒരാളോടും വർഗീയത പറയണില്ല, ഒരാളോടും മോശമാവാൻ പറയണില്ല. ധർമ്മത്തിൽ തന്നെ സഞ്ചരിക്കാനാണ് പറയണത്. എൻ്റെ കൂടെ വന്ന് മെഡിറ്റേഷൻ ചെയ്ത ഈ തൃശ്ശൂരുള്ളൊരു മുസ്ലിം പയ്യൻ, യൂട്യൂബിൽ വീഡിയോ കിടപ്പുണ്ട്. തസ്മേ ഗുരുജിന്നോ അല്ലെങ്കിൽ SMS മെഡിറ്റേഷൻ എന്ന് എഴുതിയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാണാം. ഒരു മുസ്ലിം പയ്യൻ ഇറച്ചിവെട്ടുകാരനായിരുന്നു. അവൻ മെഡിറ്റേഷൻ പഠിച്ചു, അവൻ ഇറച്ചിവെട്ട് നിർത്തി, അവൻ്റെ കുടുംബത്തിലെ എല്ലാ പ്രശ്നവും തീർന്നു, ബുദ്ധിമുട്ട് തീർന്നു, സന്തോഷമായിട്ട് ജീവിക്കുക. അവൻ എന്നോട് ചോദിച്ചു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, നിസ്കരിക്കാവുന്നു. നീ നിസ്കരിച്ചോ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു 786-ൻ്റെ അർത്ഥം എന്താണെന്ന്. അപ്പോൾ അവന് ബോധ്യപ്പെട്ടു ശരിയാണ്. അവൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവൻ 7-ാം കടലും കടന്ന് അവൻ യാത്ര ചെയ്ത് അവൻ മക്കയിൽ പോയി, അവിടെ പോയി അവരുടെ ഗുരുക്കളുമായിട്ട് സംസാരിച്ച് അവിടുത്തെ അനുഭവം വീഡിയോയിൽ പറഞ്ഞത് വീഡിയോ കിടപ്പുണ്ട്. എനിക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇട്ടേക്കണമല്ല, ചില രേഖകൾ നമുക്ക് ആവശ്യമാണ്. ഈ 786 എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണെന്ന് ആർക്കും പറയാൻ അറിയില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞൊരു വീഡിയോ ഇട്ടേക്കുന്നത് അത് ലോക്ക് ചെയ്തിട്ടേക്കുക. അത് ആർക്കും പബ്ലിക്കിന് കാണാൻ കിട്ടൂല. ഇത്ര കാലം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു റെക്കോർഡിക്കലായിട്ട് സാധനം അവിടെ കിടപ്പുണ്ട്, അത്രേ ഉള്ളൂ. ഈ 786-ൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അവർ മനസ്സിലാക്കിയാൽ
ഇപ്പോൾ ഖുറാൻ എന്ന് പറയുന്ന ഗ്രന്ഥം അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന സഹോദരങ്ങൾ മോശമാവാൻ കാരണം എന്താ? അവരുടെ കൂടത്തിൽ നിൽക്കുന്ന ഒരാളെങ്കിലും അധർമ്മം ചെയ്യുമ്പോൾ ആ സമൂഹത്തിന് മുഴുവൻ ചീത്തപ്പേര് വരിക. അവരുടെ സമൂഹം നന്നാവണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനം നന്നാവണം. അവർ കൂട്ടമായിട്ട് തീരുമാനിക്കണം, ഇനി ഞങ്ങൾ അധർമ്മം ചെയ്യില്ല, ഒരു ജീവിയെയും കൊല്ലില്ല. നമ്മുടെ ധർമ്മങ്ങൾ നമ്മുടെ അധർമ്മങ്ങൾ അവരുടെ ധർമ്മമായി മാറുകയാണ്. അതെങ്ങനെയാ? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ത്യജിക്കാൻ പറഞ്ഞപ്പോൾ അവൻ്റെ മകനെ കൊണ്ടുപോയിട്ടാണ് ബലിപീഠത്തിൽ വെച്ച് കൊടുക്കുന്നത്, കൊല്ലാൻ പറഞ്ഞുകൊണ്ട്. പറയും വേണ്ട, നീ നിൻ്റെ മൃഗത്തെ ബലി തന്നാൽ മതി എന്ന് പറയും. നിന്നിലെ മൃഗം എന്ന് പറയുന്നത് നിന്നിലെ മൃഗമാണ് നിൻ്റെ മൃഗം എന്ന് പറയുമ്പോൾ. ഒരിക്കലും വെളിയിൽ നിൽക്കണ ആടിനെ കൊണ്ടുപോയിട്ട് ബലി കൊടുക്കാനല്ല പറഞ്ഞത്. അത് പിന്നീട് ഞാൻ വീണ്ടും അങ്ങോട്ട് പോകല, അത് വലിച്ചു കയറ്റിക്കൊണ്ട് വന്നതാണ്. അത് തിന്നാൻ ആഗ്രഹമുള്ളവൻ ചെയ്യുന്നതാണ്. ഇല്ല, നരബലി ഇല്ല. നമുക്കുള്ള ബലികൾ മുഴുവൻ വേറെ രീതിയിലുള്ള ബലി സിസ്റ്റമാണ്. ആ ബലിയെ പിന്നീട് കൗളശാസ്ത്രപ്രകാരം എന്നൊരു രീതി ഉണ്ടാക്കി അതിനെ ആ രീതിയിൽ കൊണ്ടുപോകുന്നതാണ്. ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവൻ ചെയ്യുന്നതാണ്. 500 ഒരു പൂജയ്ക്ക് 500 ജില്ലാൻ കോഴിയെ വെട്ടിക്കൊണ്ടിരുന്ന കോഴിക്കോടുള്ള ഒരു ഫാമിലി എൻ്റെ അടുത്ത് മെഡിറ്റേഷൻ നിന്ന് അവർ കോഴിയെ കൊല്ലണില്ല. എന്തി അവർക്ക് വല്ല അധർമ്മം സംഭവിച്ചോ? 2.5 വർഷമായിട്ട് അവർ മെഡിറ്റേഷൻ ചെയ്യുക. അവരുടെ 2 മക്കളും നാട്ടിൽ പോലും പഠിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അഡ്മിഷൻ കിട്ടാണ്ട് പലതരത്തിലും വിഷമിക്കായിരുന്നു. ഇന്ന് ആ കുടുംബം വളരെ സന്തോഷമായി. അവരുടെ 2 മക്കൾ വെളിയിൽ പഠിക്കാൻ വേണ്ടി പോയി. അവരുടെ കുടുംബം സന്തുഷ്ടമായി. എന്തിയെ കോഴിവെട്ട് നിർത്തിക്കൊണ്ട് മോശമാണോ ഉണ്ടായത്, നല്ലതാണോ ഉണ്ടായത്? എല്ലാവരെയും പറഞ്ഞ് പേടിപ്പിക്കുക. ആരാന്നറിയോ? ഈ കോഴിവെട്ട് നടത്തുന്നവൻ. അവൻ ഒരു നേരത്തെ കോഴി തിന്നാൽ മതി. അവൻ എന്തിനാ ഇത്രയും വലിയ അധർമ്മം ചെയ്യിപ്പിക്കുന്നത്? അവൻ ഒരു കോഴിയെ കൊന്ന് നിന്നാൽ പോരെ? ഇത്രയും കൂട്ടക്കുരുതി ചെയ്യിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ട്? ആ കോഴിക്കൊക്കെ ജീവിക്കാൻ ആഗ്രഹമുള്ളതല്ലേ? ഈ ചെയ്തു കൂട്ടുന്ന അധർമ്മത്തിൻ്റെ എനിക്ക് കഷ്ടം തോന്നുന്നു. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ആ ജീവിയെ കൊല്ലാൻ വേണ്ടി വളർക്കണത്? ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ രോഹിത്തെ? ഏത് തരത്തിലാണ് രോഹിത്തിന് ഇതിൽ ധർമ്മം കണ്ടെത്താൻ പറ്റുന്നത്? ആ ജീവി ഇങ്ങനെയാണ്, ഈ ജീവി ഇങ്ങനെയാണെന്നോ? ഇതിനൊക്കെ പച്ചക്കറിയിലുള്ളത് കർമ്മഫലങ്ങളല്ല. നമ്മളുടെ ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നുണ്ട് അന്നം ബീജമായി മാറുന്നു. മത്സ്യമാംസങ്ങൾ രക്തബീജമായിട്ട് മാറുകയാണ്. അതൊരിക്കലും ഗുണമല്ല. അത് സമൂഹത്തിലും പ്രപഞ്ചത്തിലും അധർമ്മം മാത്രമേ ഉണ്ടാക്കിക്കൊണ്ടുവരുള്ളൂ. അത് സമൂഹത്തിനും പ്രപഞ്ചത്തിനും ഓസോൺ ലെയറിന് വരെ വിള്ളലുണ്ടാക്കി തരും. ഞാനൊരു സാധാരണ മനുഷ്യൻ ഈ രൂപത്തിലിരുന്ന് പറയുന്നതുകൊണ്ട് ഒരു അപരിഷ്കൃതനായിട്ട് തോന്നാം, അല്ലെങ്കിൽ ഇതിനെ അംഗീകരിക്കാതിരിക്കാം. അങ്ങനെയല്ല പറഞ്ഞത്. ഞാനൊരു കോട്ടൊക്കെ ഇട്ട് ഇത്തിരി നല്ല ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിലൊക്കെയാണ് ശശി തരൂർ സംസാരിക്കുന്ന പോലെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ പറഞ്ഞു ഹീസ് എ വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇംഗ്ലീഷ് അത്ര നന്നായിട്ട് അറിയില്ല, മറ്റ് ഭാഷകൾ അത്ര നന്നായിട്ട് അറിയില്ല. സോ ഞാൻ എൻ്റെ കംഫർട്ട് ലാംഗ്വേജിൽ മലയാളത്തിൽ മാത്രമേ സംസാരിക്കണുള്ളൂ. വിദേശത്തു നിന്നും പല സ്ഥലത്തുനിന്നും ആളുകൾ എൻ്റെ അടുത്ത് മെഡിറ്റേഷന് വരുന്നുണ്ട്. പക്ഷെ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് മലയാളിക്കാണ്. കാരണം കേരളം നന്നായാൽ ലോകം മുഴുവൻ നന്നായി. കേരളം എനിക്ക് പറ്റിയ സ്ഥലമല്ല. എനിക്ക് പറ്റിയ സ്ഥലം കേരളമല്ല. കാരണം ഈ എപ്പോഴും ഡിമാൻഡ് കൂടണം. എങ്ങനെയാണെന്നറിയാം? ഇവിടെ ഇരുന്ന മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. അപ്പം ഞാൻ ഈ ആലുവയിലിരുന്ന ആളാണ്. ഞാൻ എന്തുകൊണ്ടാണ് ബാംഗ്ലൂർക്ക് പോകാൻ കാരണം? ഇവിടെ എനിക്ക് പറ്റിയ സാഹചര്യമല്ലാത്തതുകൊണ്ടാണ്. എന്നെ കാണുന്നവർ മുഴുവൻ ഇപ്പം എന്താ ഇങ്ങനെയാണെന്ന് ചോദിക്കണേ. ഒരാൾക്ക് ഇങ്ങനെ ആവണതിന് പ്രത്യേകിച്ച് കാലഘട്ടമുണ്ടോ? ഇത് തന്നെ കാലത്തോട്ട് വൈകുന്നേരം പറഞ്ഞ് എനിക്ക് ബോറടിക്കുക. അത് വേറെ. പക്ഷേ ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയി ശരിക്കും ഒതുങ്ങി ജീവിക്കാൻ വേണ്ടി പോയതാണ്, പബ്ലിസിറ്റിക്കല്ല. ഏറ്റവും ഒതുങ്ങി ജീവിക്കുക. അവിടെ ഒരാളും ആ പരിസരത്ത് പോയിട്ട് എന്നെ പറ്റി ഒന്നും അന്വേഷിച്ചാണ്ടല്ലോ. എൻ്റെ ഒരു ബോർഡില്ല. എന്നെപ്പറ്റി അന്വേഷിച്ചാൽ ആർക്കും അറിയില്ല. ആ നാട്ടുകാർക്ക് എന്നെ അന്വേഷിച്ച് വരുന്നവർ പുറം നാട്ടിൽ നിന്നാണ്. അവർ വരുന്നു, നമ്മളൊരു സ്ഥലത്ത് ഒതുങ്ങി ജീവിക്കുന്നു, ഒരു സന്തോഷപരമായിട്ടുള്ളൊരു പുതിയ ജീവിതം, അത്രയേ ഉള്ളൂ. എനിക്ക് പേരുണ്ടാക്കുകയെന്നോ അല്ലെങ്കിൽ പബ്ലിസിറ്റി കൊടുക്കുകയെന്നോ ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഇത് ലോകത്തിൻ്റെ നെറുകയിൽ എത്തേണ്ടത് ആവശ്യമാണ്. ഈ അധർമ്മം ഒന്ന് പോകണം. അല്ലെങ്കിൽ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ 3-ാം ലോക മഹായുദ്ധം ഇനി ഉണ്ടാവും. ഇന്ത്യയുടെ ഭാവി എന്താണ്? ഇന്ത്യക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ കിടപ്പുണ്ട്. 2030 കൂടിയിട്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 പവറായിട്ട് മാറും. ആവും. ഇന്ത്യക്കുള്ള ഒരു സാധനം ലോകത്ത് ആരുടെയും കയ്യിലില്ല. ഇന്ത്യയിലെ മനുഷ്യ സമ്പത്ത് മുഴുവൻ കാനഡയിലേക്കും UK-യിലേക്കും മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
അതൊന്നും കുഴപ്പമില്ല. ഇന്ത്യ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയെന്ന് പറയും. അതാണ് അതിൻ്റെ ശരി. ഇന്ത്യ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ്. അതിൽ തന്നെ മലയാളികളായിട്ടുള്ള ബുദ്ധിജീവികൾ എവിടെ പോയാലും കാണാം. രോഹിത്തിനൊരു കാര്യം അറിയാം. ഇപ്പോൾ UK ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ആദ്യം, അതായത് അതേപോലെ ഒരു കൾച്ചറൽ ഏതെങ്കിലും ഒരു ഭാഗത്തിരിക്കുകയാണെങ്കിൽ, ഓ യു ആർ ഫ്രം ഇന്ത്യ, വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിക്കും. ഇതന്നെ അവർ നമ്മളോട് പ്രൗഡായിട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ അടുത്ത് ദുബായിൽ നിന്നൊരു ഫാമിലി വന്നു. ഒരു വലിയ ഹൈഫൈ ഫാമിലിയാണ്. അവർ മെഡിറ്റേഷന് വേണ്ടി വന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, വെജിറ്റേറിയൻ ആവാമെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമുള്ളൂ എന്ന്. ഒട്ടകത്തിന് തന്നെ തിന്ന കൂട്ടത്തിലാണ്. അവരതൊക്കെ വേണ്ടാന്ന് വെച്ചാൽ അവരുടെ കൊച്ചുമകൻ്റെ പ്രോബ്ലമാണ്. അവർ വന്നു, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, തിരിച്ചുപോയി, കംപ്ലീറ്റ്ലി വെജിറ്റേറിയനായിട്ട് മാറി. അവരുടെ ഖുറാൻ എന്താണെന്ന് ഞാൻ അവരെ പഠിപ്പിച്ചു കൊടുത്തു. എത്ര സന്തോഷമായിരുന്നവരെ. വരുന്ന സമയത്ത് ഒരു 3 ആൾ നീളമുള്ള മാലയും ചൊല്ലിക്കൊണ്ട് നടന്നിരുന്നവരാണ്. തിരിച്ചു പോയപ്പോഴേക്കും അവരുടെ ഖുറാൻ എന്താണെന്ന് അവരെ കൊണ്ട് അനുഭവിപ്പിച്ചു കൊടുത്തു. എൻ്റെ അടുത്ത് വീഡിയോ ഇരിപ്പുണ്ട്, അവരിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന വീഡിയോ. അവർ നിസ്കാരമോ ബാക്കിയുള്ള രസം എന്താണെന്നറിയോ, അവരെ കൊണ്ട് ഞാൻ ബാംഗ്ലൂർ 15 ദിവസത്തേക്കാണ് വന്നത്. അവർ ട്രാവലിങ്ങിന് പോയി. അവർക്ക് പറഞ്ഞു, ഞങ്ങളുടെ കൾച്ചറിലുള്ള ഡ്രൈവറെ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. അവർക്ക് മുസ്ലിംസ് ഡ്രൈവറുള്ള 3 വണ്ടി അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തു. പോണ വഴിക്ക് ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിംസ് പള്ളി അന്വേഷിച്ചെടുക്കാൻ നിസ്കരിക്കാൻ. ഇവരവരോട് തിരിച്ചു വന്നു ചോദിച്ചു, ഈ ഡ്രൈവേഴ്സ് എനിക്ക് നെക്സ്റ്റ് ഡേ മുതൽ വേണ്ട, വേറെ ആൾ മതിയെന്ന്. ചോദിച്ചു, വൈ? ഇവർക്ക് പള്ളി കണ്ടാൽ നിസ്കരിക്കണമെന്ന്. അപ്പോൾ ചോദിച്ചു, പള്ളി നിങ്ങൾ നിസ്കരിക്കില്ലേ? നോ 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 നോ, ഖുറാൻ പറഞ്ഞിരിക്കുന്നത് തുറന്ന ആകാശത്തിന് താഴെ എവിടെ വേണമെങ്കിലും നിസ്കരിക്കാമെന്ന്. എന്തിനാ പള്ളിയിലേക്ക് പോണേ? പള്ളിയുടെ ആവശ്യമില്ല എന്ന് അവർ നമ്മളോട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ അവരുടെയും ഈ രീതി എന്താണെന്നുള്ളത്. നമുക്കുള്ള സ്പിരിച്വാലിറ്റി അല്ല, നമുക്ക് പ്രഹസനമാണ്, ആത്മീയതയാണ്, അല്ല ഈ ഭക്തിയാണുള്ളത്. അത് കാണിക്കലാണ്. എൻ്റെ അടുത്ത് വന്നേർന്ന അറബി, അവർ ഏതു നേരം ജപിച്ച് നന്നായിട്ട് നിസ്കരിക്കുന്ന ഫാമിലിയാണ്. അവരുടെ നെറ്റിയിൽ തയമ്പൊന്നും ഞാൻ കണ്ടില്ല. ഇത് നമ്മൾ പ്രകടിപ്പിക്കാൻ വേണ്ടി നടക്കുമ്പോൾ ഇതൊക്കെ വരച്ചും കുറിച്ചൊക്കെ ഉണ്ടാക്കും. അമ്പലത്തിൽ പോണവർ നോക്ക്, കുറി തൊട്ടുകൊണ്ട് നടക്കും. എൻ്റെ നെറ്റിയിൽ കുറിയുണ്ടോ? നിസ്കാരം മാറ്റിക്കോ. ഞാൻ എൻ്റെ അടുത്ത് പറയാം, എൻ്റെ നെറ്റിയിൽ കുറിയുണ്ടോ? എൻ്റെ കഴുത്തിൽ രുദ്രാക്ഷമുണ്ടോ? എനിക്ക് കാവ്യ വസ്ത്രമുണ്ടോ? യാതൊന്നുമില്ല. ഞാൻ ബ്രഹ്മജ്ഞാനിയാണ്, എനിക്കൊരു സംശയമില്ല. അറിവിന് ഈ അടയാളങ്ങളൊന്നും ആവശ്യമില്ല. നിസ്കാരത്തിന് ശരിക്കും തയമ്പൊന്നും വരില്ല. ഇത് രണ്ടും എൻ്റെ ആവശ്യമാണ്. മുടി എൻ്റെ ബ്രെയിൻ റൂമിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെനിക്ക് അത്യാവശ്യമുള്ളതായതുകൊണ്ടാണ്. ഞാൻ അത്രമാത്രം മണിക്കൂറുകളോളം ധ്യാനിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഈ ബ്രെയിൻ റൂമിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മുടി അവിടെ വേണം. മുടിക്ക് ചേരുന്നതാണ് ഈ താടി. അപ്പോൾ ഈ താടി നിർത്തി. ഇതിന് രണ്ടിനും ചേരുന്നതാണ് ഈ വസ്ത്രം. അപ്പോൾ ഈ വസ്ത്രം അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഭാവി ബ്രൈറ്റ് ഫ്യൂച്ചറാണ്. മാത്രമല്ല, ഇന്ത്യയുടെ ഏറ്റവും ബ്രഹ്മാസ്ത്രം ഇതുവരെ ഇന്ത്യ പുറത്തെടുത്തിട്ടില്ല. ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന ലോക രാജ്യങ്ങളിൽ വച്ച് എക്കോണമിയിൽ നമ്പർ 1 ആവാൻ പോവാണ്. ആ ബ്രഹ്മാസ്ത്രം എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അതിൻ്റെ ബേസ് മാത്രം ഇപ്പോൾ നടന്നിട്ടുണ്ട്, ഗൂഗിൾ പേ. നമ്മളിതൊരു ചെറുതാണെന്ന് വിചാരിക്കണ്ട. ഗൂഗിൾ പേ എന്ന് പറഞ്ഞൊരു വലിയ സംഭവമാണ്, ചെറുതല്ല. ഇന്ത്യയിൽ ഇനി ഫ്യൂച്ചറിൽ ബ്ലാക്ക് മണി, ഫേക്ക് മണി ഇതൊന്നും ഉണ്ടാവാൻ പോണില്ല. ഇതെല്ലാം സ്റ്റോപ്പാവും. ഇന്ത്യയുടെ എക്കോണമി എന്ന് പറയുന്നത് വേൾഡിൽ നമ്പർ 1 ആവും. UPS സിസ്റ്റം മാത്രമല്ല, അതിനെ ബേസ് ചെയ്ത് ഇനി അനേകം ഘടകങ്ങൾ വരാനിരിക്കുന്നുണ്ട്. അത് വരണമെന്നുണ്ടെങ്കിൽ BJP സർക്കാർ ജയിച്ചാൽ മാത്രമേ സാധ്യമാവുള്ളൂ. കാരണം ഇത് പറഞ്ഞാൽ ഡൈജസ്റ്റ് ചെയ്യുന്ന ടീമുകൾ നമ്മളുടെ കൂടെ ഇല്ല. അല്ലാതെ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും റിസൾട്ടിന് ശേഷവും നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും. ഞാൻ അങ്ങയുടെ അഭിപ്രായത്തെ പൂർണ്ണമായി തള്ളിക്കളയല്ല. ഞാൻ ആദ്യം പറഞ്ഞു ഇന്ത്യ മുന്നണി വരണമെന്നാണ് എൻ്റെ ആഗ്രഹമാണ് പറഞ്ഞത്. കാരണം 10 വർഷത്തിൽ കൂടുതൽ ഏതൊരു സർക്കാരായാലും ഭരണത്തിലിരുന്ന ചില പ്രശ്നങ്ങളുണ്ടാകും. ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ മൊണോപ്പൊളി സിസ്റ്റത്തിലാണ് പോകുന്നത്. സ്വാഭാവികമായി ഞാൻ അഹങ്കാരിയായി മാറും. പിന്നെ എൻ്റെ തീരുമാനങ്ങൾ ചിലപ്പോൾ അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞാൽ ധർമ്മത്തിലൂടെ ആയിരിക്കും, അധർമ്മത്തിലൂടെ. അപ്പോൾ എന്തായാലും ഒരു മാറ്റം വേണം. നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു ദുർഭരണം കിട്ടിയ സർക്കാർ കാട്ടിക്കൂട്ടുന്ന വിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണകൂടം. ഇതെന്താ പ്രശ്നം എന്നറിയോ? അങ്ങ് പറഞ്ഞ് ശരിയാണ്, ശക്തമായ പ്രതിപക്ഷം വേണമെന്ന്. എൻ്റെ ഈ ഫോട്ടോയും ഈ കാർഡും അങ്ങൊന്ന് നോക്ക്. ഇതാ, ഞാൻ ഏത് വർഷം ആം ആദ്മിയിൽ ജോയിൻ ചെയ്തതെന്നൊന്ന് നോക്ക്. ആം ആദ്മി രൂപപ്പെട്ട സമയത്ത് ബോംബെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ 100 പേരിൽ ഒരാളായിരുന്നു ഞാനും.
രഞ്ജിത്ത് ബോസ്. യെസ്, എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആം ആദ്മിക്ക് വേണ്ടി ഈ രാജ്യത്തിന് ഒരു ഭാവി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ഹാർഡ് വർക്ക് ചെയ്ത വ്യക്തിയാണ് ഞാൻ. ഒരു ഫിക്സഡ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളല്ല. രാഷ്ട്രത്തിന് ഗുണം ചെയ്യുന്ന ആരുണ്ടോ അവരുടെ കൂടെ. എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്, ക്ലീൻ ഷേവ് ചെയ്യുന്ന മനോഹരമായ ഒരു കണ്ണട വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരൻ, സുന്ദരനായ ചെറുപ്പക്കാരൻ, ഇതാണ് തസ്മൈ ഗുരുജി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന കേജ്രിവാളിനെ എനിക്ക് അറിയില്ലായികൊന്നുമില്ല, മയൻ ഗാന്ധിനെ അറിയാം. അപ്പോൾ ഈ പറയുന്ന ടീമിനെയൊക്കെ എനിക്ക് അത്രമാത്രം ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഒരു നിധി പോലെ കൊണ്ടു നടന്നല്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട് സ്ക്രിപ്റ്റുകൾ തപ്പി, ഫിലിമിൻ്റെ കുറേ സ്ക്രിപ്റ്റ്, 10-16 സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു 3 ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത കൂട്ടത്തിൽ അതിൻ്റെ ഇടയിൽ നിന്ന് ഈ സാധനം കിട്ടി, കാർഡ്. അങ്ങനെ സിനിമാ പ്രവർത്തകനായിരുന്നു. അങ്ങനെ ഈ കുറെ തിരക്കഥകൾ, പുള്ളി പറഞ്ഞ പോലെ കുറെ തിരക്കഥകൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്. ആത്മീയതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കഥകൾ വേണോ എന്ന് ചോദിച്ച് നടക്കാൻ എനിക്ക് പറ്റില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, നല്ല തിരക്കഥ എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ചിന്തിച്ചാൽ പോലും എന്താ പറയുക, രോമാഞ്ചം ഉണ്ടാവുന്ന സ്ക്രിപ്റ്റുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ അങ്ങേക്ക് തന്നേക്കാം, പടം ചെയ്യാമെങ്കിൽ ചെയ്തോ. 3 സൂപ്പർ ഹിറ്റ് സ്ക്രിപ്റ്റായിരിക്കും. എനിക്കിനി തൽക്കാലം അത്തരം പടങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള, ആര് കേട്ടാലും ഇഷ്ടപ്പെടുന്ന ന്യൂജൻ സ്ക്രിപ്റ്റുകളാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റുകളാണ്. ഞാൻ ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ തപ്പിയെടുത്തപ്പോൾ അലമാരിയിൽ നിന്ന് ഒരു 10-18 സ്ക്രിപ്റ്റ് കിട്ടി. അതിലെനിക്ക് ഏറ്റവും ക്രീമായിട്ട് തോന്നിയ 3 സ്ക്രിപ്റ്റാണ് ഇപ്പോൾ പറഞ്ഞത്. എല്ലാം ഞാൻ തന്നെ എഴുതി. ഇല്ല, അത് രഞ്ജിത്ത് ഡെഫിനറ്റ്ലി. തസ്മൈ ഗുരുജി എഴുതിയ ഒരു സ്ക്രിപ്റ്റേ ഉള്ളൂ, അത് അമീർ ഖാൻ്റെ അടുത്തിരിക്കുക. അത് എത്ര വർഷം മുമ്പ് അതൊരു 6 ഡ്രാഫ്റ്റ് വരെ ചെയ്തിട്ട് ഞാൻ പിന്നെ ഉപേക്ഷിച്ചു. കാരണം ഇപ്പോൾ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയ ഒരു മനോതലമല്ല. കാരണം ഞാനൊരു സ്പിരിച്വൽ പാത്തിൻ്റെ ടേക്ക് ഓഫിലാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഓട്ടോ ഡ്രൈവിൽ ഇട്ടിട്ട് മാറി നിൽക്കാൻ പറ്റില്ല. അതിനെനിക്ക് ഫുൾ അറ്റൻഷൻ കൊടുത്തേ പറ്റുള്ളൂ. ഇതിനൊരു വലിയ ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. കാരണം ഭാരതം ഈ സ്പിരിച്വൽ പാത്തിന്, അല്ലെങ്കിൽ ഭാരതത്തിന് ഇതൊത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളല്ല അവിടെ എനിക്ക് താല്പര്യം. തരും. അത് നിങ്ങൾ ഒരു പ്രൊഡ്യൂസറായിട്ട് നിന്ന് പടം ചെയ്യോ അല്ലെങ്കിൽ ഡയറക്ഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്യോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രമാത്രം കോൺഫിഡൻസ്. അത് 3 നിങ്ങൾക്ക് സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കി തരുള്ളൂ, ഒരു സംശയമില്ല. അത്ര നല്ല സ്ക്രിപ്റ്റുകളാണ്. എൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യം ഇല്ലല്ലോ അതിനകത്ത്. ഞാൻ നിങ്ങൾക്ക് തരാമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചാ രാഷ്ട്രീയത്തിലേക്ക് പോകും. അപ്പോൾ എനിക്ക് രാഷ്ട്രീയമായിട്ട് അത്രമാത്രം, രാജ്യം എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട് രാജ്യത്തോട്, പേട്രിയോട്ടിക്കാണ് ഞാൻ. അപ്പോൾ ആ രാജ്യസ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആം ആദ്മി അന്ന് സപ്പോർട്ട് ചെയ്തത്. അത് പോയതോടെ എൻ്റെ പ്രതീക്ഷ മുഴുവൻ. ആരുടെ കൂടെ ആവട്ടെ അതെനിക്കറിയില്ല. ഇന്ന് ജയിലിലാണെന്നുള്ളത് അറിയാം. ജയിലിലാണോ പുറത്താണോ എന്ന് പോലും അറിയില്ല. ഞാൻ ഇനിയൊരു തെറ്റ് വരരുത് എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വഡോദരയ്ക്ക് യാത്ര ചെയ്തു. മോദിജിയുടെ ജന്മസ്ഥലത്തും അതേപോലെ ബറോഡയിലും ഗുജറാത്തിലും മേസാനയിലും ഒക്കെ യാത്ര ചെയ്ത് മോദിജിയെ പറ്റിയും BJPയെ പറ്റിയും എനിക്ക് മനസ്സിലാക്കേണ്ടത് എന്താണോ ഞാൻ മനസ്സിലാക്കിയിട്ട് തിരികെ വന്നു. അതിനുശേഷം ഞാൻ അടിയുറച്ച് തീരുമാനിച്ചു, ഇനി ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ BJPക്ക് സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോഴാണ് 2020 വന്നത്. 2020 എനിക്ക് വളരെ ഇഷ്ടമായി. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, 2020 ഇപ്പോൾ എന്ത് ചെയ്യാനാ? ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. സോ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റിയതും ഇപ്പം നമുക്കതിനകത്ത് കാണാവുന്ന ഒരു നിര കാണാം, ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ. ഇനി വരാൻ പോകുന്ന നിങ്ങൾ നോക്കിക്കോ, അതിൽ IAS IPS ഓഫീസേഴ്സ് ആയിരിക്കും ഈ പറയുന്ന BJPയുടെ മേൽഘടകങ്ങളിൽ മുഴുവൻ വന്ന് നിറയാൻ പോണത്. അടുത്ത ഒരു യോഗി ആദിത്യനാഥിൻ്റെ കാലഘട്ടം കൂടി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരാൻ പോണത് മുഴുവൻ വലിയ വലിയ ടീമുകളായിരിക്കും. വളരെ നന്നാവുള്ളൂ. അവർക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ? എന്നോട് അല്ല, ഇവിടെ പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ കൊച്ചായിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ, ഈ പത്രത്തിൽ വന്ന ന്യൂസ് കാണിച്ചിട്ട്, നമ്മുടെ ഈ പുള്ളിയുടെ പേരെന്തായിരുന്നു, ജയിലിൽ പോയി കിടന്ന് നമ്മുടെ EAS ഓഫീസർ ശിവശങ്കർ. ആ ശിവശങ്കറിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ആമ്പിള്ളേർ ഇങ്ങനെയാണ് പഠിക്കണേ എന്ന് പറയുമായിരുന്നു. എല്ലാറ്റിനും റാങ്കാറാണ്.
ഈ റാങ്ക് കിട്ടിയിട്ട് എന്ത് ഗുണം അപ്പം ഉണ്ടായത്? രാജ്യത്തിന് ദ്രോഹം അല്ലാണ്ട് കുബുദ്ധി പറഞ്ഞു കൊടുക്കാനും കുബുദ്ധി പ്രവർത്തിക്കാനും. ഇതേ ആ വ്യക്തി ഒരു രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു ആത്മീയതയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രവർത്തനം മുഴുവൻ ഷാർപ്പൺ ചെയ്ത് വേറൊരു രീതി പോകും. ഇവിടെ നമുക്ക് വേണ്ടത് ഈ പറയുന്ന മത്സ്യമാംസം ഉപേക്ഷിച്ചാലേ ഒരുത്തനകത്ത് ഈ ആത്മീയത വരുള്ളൂ. ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ പോവുക. ആത്മീയത വന്നാലേ രാജ്യം നന്നാവുള്ളൂ. കാണാം ഈ IAS IPS ഉദ്യോഗസ്ഥർ ഭരണതലത്തിൽ വന്നാൽ എത്രമാത്രം ജനങ്ങൾ അംഗീകരിക്കുമെന്ന് കോയമ്പത്തൂരിൽ റിസൾട്ട് വരുമ്പോൾ അണ്ണാമലൈ ഉദാഹരണമാക്കി നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും നന്ദിയുണ്ട്. ഒരുപാട് നേരം നമ്മളുമായിട്ട് സംസാരിച്ചു. നന്ദി, നമസ്കാരം.